പുതിയ പ്ലാന്റെ മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത്? എനിക്കൊരു പ്രപ്പോസ് ചെയ്യാനുണ്ട്. അതാണ് പ്രായമായിട്ടില്ല എനിക്ക് ജമാതെ. ഇന്ത്യയിൽ നിങ്ങളൊരു ബിസിനസ് തുടങ്ങി അത് സക്സസ്ഫുൾ ആവുന്നതിന്റെ 4/1 സമയം മതി യു എയിൽ വന്നിട്ട് നിങ്ങൾക്ക് ലൈസൻസ് തുടങ്ങി നിങ്ങൾക്ക് ബിസിനസ് സക്സസ് ചെയ്യാം. ഈ പാസ്പോർട്ടും ഒരു വിസിറ്റിംഗ് വിസയും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് അവിടെ കമ്പനി തുടങ്ങാം. ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. ഒരുപാട് ബിസിനസ് കമ്മ്യൂണിറ്റികൾ ഉണ്ട് അവിടെ. യു എ മാർക്കറ്റിലേക്ക് നിങ്ങൾ എൻട്രി ആവുന്നതോട് കൂടിയിട്ട് നിങ്ങൾ ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിലേക്കുള്ള ഒരു എക്സ്പോഷൻ കിട്ടണം. അതെന്താ നമ്മള് മലയാളികൾ അവിടെ ഡിസിപ്ലിനും ഇവിടെ അല്ലാത്തത് ജമാതെ? മലയാളികളാണ് യു എ ഭരിക്കുന്നത്, നമ്മളെ ആൾക്കാരെ ഭരിക്കുന്നത്. നമ്മൾ അവരെ ഒഴിവാക്കി നമുക്ക് വേറൊരു കച്ചവടം ചെയ്യാനുള്ളത്. അതൊരു എൻഡ് ടു എൻഡ് കൺസൾട്ടൻസിയും കൂടെ ഞാൻ പറഞ്ഞല്ലോ, റോബോട്ടിക്സ് ഫാക്ടറി തുടങ്ങാൻ വേണ്ടി പോകും തലശ്ശേരിക്കാരൻ ദുബായിൽ. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും പറയാം, വെൽക്കം ടു ദുബായ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രജനി ഹരിദാസ് ആൻഡ് വെൽക്കം ടു ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് റൂട്ടഡ് ഫ്രം വെയർ ഇറ്റ് ഓൾ ബിഗാൻ. നമുക്കറിയാം, കേരളത്തിൽ നിന്നും കുറേ ആൾക്കാർ ദുബായിലേക്ക് ജോലിയെടുക്കാൻ പോകാറുണ്ട്. അവരൊക്കെ ഓപ്പർച്യൂണിറ്റി തേടി ആണ് അങ്ങോട്ട് പോകുന്നത്. പക്ഷെ അതിൽ ചില ആൾക്കാരുണ്ട്, അവർ ഓപ്പർച്യൂണിറ്റി തേടിയല്ല, ഓപ്പർച്യൂണിറ്റി സൃഷ്ടിക്കാൻ വേണ്ടിയാണ് അവിടെ എത്തുന്നത്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഇന്ന് റൂട്ടഡിൽ ഗസ്റ്റായി എത്തുന്നത്. അദ്ദേഹം സ്വന്തമായി ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓൺട്രപ്രനർ ആയി മാറി എന്നത് മാത്രമല്ല, നിരവധി ഇത്തരത്തിലുള്ള പുതിയ പുതിയ ബിസിനസ്സുകാരെ, സംരംഭകരെ വളർത്തിയെടുക്കാൻ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. വിത്ത് എ ലോട്ട് ഓഫ് ജോയ്, ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ടു റൂട്ടഡ് ഫ്രം വെയർ ഇറ്റ് ഓൾ ബിഗാൻ ആസ് our guest today, the founder, CEO and managing director of Emirates First Group, Mr. Jamaad Usman. വെൽക്കം ടു ദി ഷോ. ദുബായിൽ നിന്നും എപ്പ പറന്നെത്തി? വന്നിട്ട് ഏകദേശം ഒരു 4-5 ദിവസമായി. ഹോളിഡേ സീസൺ ആണ് അവിടെ. നല്ല മുട്ടൻ ചൂടും നല്ല ചൂട് അല്ലേ? കുറച്ച് മഴ കൊള്ളാൻ വേണ്ടി വന്നു. അതെ, ഐ തിങ്ക് ഇപ്പം എല്ലാരും ഹോളിഡേസ് എന്ന് പറഞ്ഞ നാട്ടിലേക്ക് വരുന്നൊരു സമയമാണ്. കുറ്റിച്ചെറുക്കാരൻ ദുബായിലെത്തിയ ഒരു കഥ ഞങ്ങൾക്ക് പറയാനുണ്ട് അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ബട്ട് ഹൗ ആർ യു ഡൂയിങ് അതർവൈസ്? ജീവിതം എങ്ങനെ പോകുന്നു? വെരി ഗുഡ്, അടിപൊളിയായിട്ട് പോകുന്നു. കുറെ ട്രാവലിംഗിലായിരുന്നു, തിരിച്ചിപ്പോ ഇവിടെ എത്തി. ഈ ദുബായി പോയിട്ട് കുറച്ചും കൂടെ എന്താ പറയാ, ഇപ്പം മാർക്കറ്റൊക്കെ റെഡി ആയിട്ട് വരികയാണ്. വാറിന്റെ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്തത്. സ്മാർട്ട് മാൻ. ചില ആൾക്കാർ മോശം സമയം വരുമ്പം ഡിപ്രഷൻ അടിക്കുന്നതിനെക്കാട്ടും ഭേദം അതൊരു ഓപ്പർച്യൂണിറ്റിയായി യൂസ് ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്യാം. ഏകദേശം ഒരു 5-6 രാജ്യം. എവിടെയൊക്കെ പോയി? ഓസ്ട്രേലിയ പോയി, പിന്നെ യൂറോപ്പിൽ 1-2 രാജ്യത്തൊക്കെ പോയി, അൽബേനിയ പോയി. ഓ നൈസ്. വർക്കല്ല, വർക്കിൽ ട്രാവൽ ചെയ്യാറില്ല, ഒറ്റയ്ക്ക് പോയി. സ്മാർട്ട് മാൻ. ഇനി പുതിയ പ്ലാൻസ് എന്തൊക്കെയാണ് ജമാദ് ഉസ്മാൻ? വി വാണ്ട് ടു നോ. പുതിയ പ്ലാന്റെ മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത്? എനിക്കൊരു പ്രപ്പോസ് ചെയ്യാനുണ്ട്. അതാണ് പ്രായമായിട്ടില്ല എനിക്ക് ജമാദെ. അല്ലാതെ എനിക്ക് കല്യാണം കഴിക്കാനേ മൂടില്ല എന്നല്ല, ആ പ്രപ്പോസൽ അല്ല, ഇത് പുതിയ ഒരു ബിസിനസ് പ്രപ്പോസലാണ്. Really? Yes. Can I see it? Yes, of course. Business proposal to Ranjani Haridas by Emirates First. Yes. Set up to scale. അതെ, Ranjani in Dubai. Exactly. എന്നെ ദുബായിൽ എത്തിക്കാനാണോ നിങ്ങളുടെ പ്ലാൻ? ദുബായിൽ ഇടയ്ക്ക് വരുന്ന ആളാണ് എനിക്ക് നന്നായിട്ട് അറിയാം. വിസയൊക്കെ എനിക്ക് ഗവൺമെന്റ് തന്നിട്ടുണ്ട്. 10 years വിസ തന്നിട്ടുണ്ട്. പക്ഷെ ഇത് ദുബായിൽ വന്നിട്ട് രഞ്ജിനി പോലുള്ള ആൾക്കാർക്കും അവിടെ ബിസിനസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ഉണ്ടോ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി? അതെ. ഓക്കേ, ലെറ്റ് മീ സീ. നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പ്രത്യേകിച്ച് സെലിബ്രിറ്റീസിന് അല്ലെങ്കിൽ നിങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, എന്നെ പോലെ ഇപ്പോൾ സെലിബ്രിറ്റി എന്ന് വിശേഷിപ്പിക്കാം വേണമെങ്കിൽ. ഇപ്പോൾ ഞാനൊരു പോഡ്കാസ്റ്റർ ആണ്, ഒരു ക്രിയേറ്റർ ആണ്, ഇൻഫ്ലുവൻസർ ആണ്. ഇങ്ങനെ ഈ കാലം മാറിയല്ലോ, OTT പ്ലാറ്റ്ഫോംസും സോഷ്യൽ മീഡിയയുടെയും ഒക്കെ ഒരു വളർച്ച ഭയങ്കര വലിയ രീതിയിലാണ്. അപ്പം എന്നെ പോലെ കേരളത്തിൽ റൂട്ട്സ് ഉള്ള, അല്ലെങ്കിൽ ഇന്ത്യയിൽ റൂട്ട്സ് അല്ല, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ റൂട്ട്സ് ഉള്ള ഒരാൾ എന്തിന് ദുബായിൽ വരണം എന്നൊന്ന് പറയാമോ? പല കാരണവശാലുണ്ട്. ഇപ്പം ഇന്ത്യയിൽ നിങ്ങളൊരു ബിസിനസ് തുടങ്ങി അത് സക്സസ്ഫുൾ ആവുന്നതിന്റെ 4/1 സമയം മതി യു എയിൽ വന്നിട്ട് നിങ്ങൾക്ക് ലൈസൻസ് തുടങ്ങി നിങ്ങൾക്ക് ബിസിനസ് സക്സസ് ചെയ്യാൻ. അതായത് ഇന്ത്യയിലുള്ള ടാക്സോ മറ്റു കാര്യങ്ങളോ ഇല്ല. നിങ്ങൾക്ക് ഇവിടെ സാലറീഡ് ആണെങ്കിൽ പോലും സാലറി കട്ട് ചെയ്തിട്ടുള്ള ഒരു TDS കട്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നിങ്ങളുടെ സാലറി ക്രെഡിറ്റ് ആവാം. അതുപോലും ഇല്ല. ജോലിക്ക് വരാണെങ്കിൽ പോലും ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക്, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, യൂറോപ്പിലേക്കും US-ലേക്കൊക്കെ ആൾക്കാർ വിസക്ക് പോലും 1 വർഷം വെയിറ്റ് ചെയ്ത് നിന്ന് വിസ കിട്ടി അവിടെ പോയി സക്സസ് ആവുന്നതിന്റെ 1/3 സമയം മതി. നിങ്ങൾക്കൊരു വിസ കിട്ടി യു എയിൽ വന്ന് ബിസിനസ് തുടങ്ങാം. നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യുന്നതിന് എന്താ പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. അത്ര ഈസിയാണ്. ഓക്കേ, സോ ടെൽ മീ മോർ. ഒരുപാട് കാര്യങ്ങൾ, ഞാൻ ടാക്സിലെ കാര്യങ്ങൾ പറഞ്ഞു. അവിടുത്തെ ഗവൺമെന്റ് ടാക്സ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞുള്ള സംഭവമേ ഇല്ല. ഞാൻ ഉണ്ടാക്കുന്ന കാശിന് സീറോ ടാക്സ്. ഓക്കെ,
പിന്നെ വാല്യൂ ആഡഡ് ടാക്സ് ഉണ്ട്, വാറ്റ് ഉണ്ട്, 5% വാറ്റ്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഒരു 3 മില്യന്റെ മുകളിലാണ് നിങ്ങളുടെ ടേൺ ഓവർ അല്ലെങ്കിൽ പ്രോഫിറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഒരു കോർപ്പറേറ്റ് ടാക്സ് ഉണ്ട്. അതൊരു HNI പോലെ. അതെ, നിങ്ങൾക്ക് അതല്ലാണ്ട് നിങ്ങൾക്ക് ഒരു കസ്റ്റം ഡ്യൂട്ടിയോ അല്ലെങ്കിൽ മറ്റ് ടാക്സസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണലൈസ്ഡ് ഇൻകമിന് ഒരു ടാക്സ് കൊടുക്കുക അങ്ങനത്തെ മറ്റു കാര്യങ്ങളൊന്നും. ഓക്കെ. സോ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇന്ത്യയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ അമേരിക്കയിലോ ഒരു കമ്പനി തുടങ്ങി സക്സസ്ഫുൾ ആവുന്നതിന്റെ 4-1 സമയം മതി UAE വരാൻ. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും പറയാം, വെൽക്കം ടു ദുബായ്. കുറെ വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അടുത്ത് അദ്ദേഹം പ്രപ്പോസലായി വന്ന ഐ എം ലിറ്റിൽ ബിറ്റ് ഷോക്ക്ഡ് ആക്ച്വലി. പക്ഷേ എന്നെ പോലെ ദുബായിൽ എത്താത്ത 35,000-ൽ പരം ബിസിനസ്സുകാരെ അവിടെ എത്തിച്ച ഒരാളാണ്. ഏകദേശം ഞങ്ങള് കമ്പനി 10ാമത്തെ വർഷത്തിലേക്ക് പോവുകയാണ്. 35,000 കമ്പനികൾ നമ്മൾ ഇതുവരെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, സെറ്റപ്പ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. ഏകദേശം 40,000 ഓൺടർപ്രണേഴ്സിനെ സൃഷ്ടിച്ച കമ്പനിയാണ് എമിറേറ്റ്സ് ഫസ്റ്റ്. സോ ഇപ്പം ദുബായിൽ എന്നെ പോലെ ഒരാള് അവിടെ ഞാൻ എത്തി, താങ്കൾ പറഞ്ഞു പെട്ടെന്ന് ലൈസൻസ് എടുക്കാം, ടാക്സ് അടയ്ക്കേണ്ട, അടുത്ത പ്രോസസ്സ് എന്താണ്? അതായത് ഇപ്പം നിങ്ങളെല്ലാവരും വരെ ഒരു വിസിറ്റ് വിസയിലായിരിക്കും, അവർ പാസ്പോർട്ട് എന്തായാലും കയ്യിലുണ്ടാവും. ഈ പാസ്പോർട്ടും ഒരു വിസിറ്റിംഗ് വിസയും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ഫോട്ടോഗ്രാഫും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് അവിടെ കമ്പനി തുടങ്ങാൻ പറ്റും. ഒരൊറ്റ ദിവസം, 1 ഡേയിൽ ട്രേഡ് ലൈസൻസ് കിട്ടും. എനി ടൈപ്പ് ഓഫ് കമ്പനീസ്. അതിനെന്തൊക്കെയാണ് റിക്വയർമെന്റ്? പാസ്പോർട്ട് കോപ്പി, പൈസ അതിന്റെ തൊട്ടപ്പുറത്ത് വേണം. അത് ഏകദേശം 4,999 ദിറംസിന്, അതായത് 1,20,000 ഇന്ത്യൻ രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ കമ്പനി തുടങ്ങാം. അതിന്റെ കൂടെ ഒരു 3,000 ദിറംസ്, അതായത് ഏകദേശം ഒരു 70,000 രൂപയും കൂടെ ഉണ്ടെങ്കിൽ, അതായത് 2 ലക്ഷത്തിന്റെ താഴെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വിസ പ്ലസ് ലൈസൻസ് കിട്ടും. 2 വർഷത്തേക്കുള്ള വിസ ആയിരിക്കും. അതെ, 1 വർഷത്തേക്കുള്ള ട്രേഡ് ലൈസൻസും 2 വർഷത്തേക്കുള്ള. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് അവിടെ വാറ്റ് രജിസ്ട്രേഷൻ, ബാങ്ക് അക്കൗണ്ട് ഫെസിലിറ്റി, മറ്റെല്ലാ സൗകര്യങ്ങളും UAE ഗവൺമെന്റ് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ സൗകര്യമായിട്ട് തരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ ചെയ്തു തരും? ഇതൊക്കെ നമ്മൾ ചെയ്തു. ഞങ്ങൾ വെറുതെ പാസ്പോർട്ടും ഫോട്ടോയും ഒരു കുറച്ച് പൈസയും തന്നാൽ ഇത് കിട്ടിയാൽ നമ്മൾ ബാക്കി എല്ലാ ഫെസിലിറ്റിയും നമ്മൾ. ഓക്കേ, ഡൺ. അപ്പോൾ ഇത്രയും ഞാൻ ചെയ്തു. ഇനി പിന്നെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ബിസിനസ് ആശയം, അത് നിങ്ങൾക്ക് ഈസി ആയിട്ട്. ഇപ്പൊ എനിക്ക് ഇങ്ങനത്തെ ഒരു പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ, അവിടെ ഒരു ക്രിയേറ്റർ ആയിട്ട് കുറെ ഇന്റർവ്യൂസ് ഒക്കെ ചെയ്ത് നിങ്ങളെ പോലെ കുറെ ബിസിനസ്മെന്നെ ഒക്കെ ഇന്റർവ്യൂ ചെയ്യണമെങ്കിൽ വാട്ട് ഇസ് ദ സീൻ? ഞാനത് പറഞ്ഞു, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഈ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ. ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ UAE എന്താ പറയുക മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് ഈ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള പോഡ്കാസ്റ്റിംഗ് സ്റ്റുഡിയോ തുടങ്ങാൻ. അതേമാതിരി വീഡിയോഗ്രാഫി, ഇപ്പം ഫ്രീലാൻസേഴ്സ് വീഡിയോഗ്രാഫേഴ്സ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. അതേമാതിരി ജിം ട്രെയിനേഴ്സ് നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇവർക്കൊക്കെ ഒരു സ്പെഷ്യൽ കാറ്റഗറിയിലുള്ള ഒരു വിസ പ്ലസ് ലൈസൻസ് ഉണ്ട്, ലൈസൻസ് പെർമിറ്റ് പ്ലസ് വിസ, അതായത് ഫ്രീലാൻസ് പെർമിറ്റ് എന്ന് പറയും. ഈ രീതിയിൽ നിങ്ങൾക്കിപ്പം ഒരു വലിയൊരു അറേഞ്ച്മെന്റ്സ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾ തന്നെ ഓൺ ബോസായി നിങ്ങളുടെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്പെഷ്യലൈസ്ഡ് ഒരു കാറ്റഗറി, ഇപ്പം ജിം ട്രെയിനറെ പോലെ ഒരു മ്യൂസിക് ട്രെയിനേഴ്സ്, അല്ലെങ്കിൽ അതെ ഫ്രീലാൻസേഴ്സിന് അവർക്ക് ഈസി ആയിട്ട് മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു പെർമിറ്റ് പ്ലസ് ലൈസൻസ് കൊടുക്കുന്നുണ്ട്. അത് പല ഫ്രീ സോൺസുകളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈസിയാണ് നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല നമുക്ക് അവിടെ സ്റ്റക്ക് ആക്കി കളയില്ല, നമുക്ക് ഇതിനു വേണ്ടി യാത്രയൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. UAE വിസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗദിയിലേക്ക് അല്ലെങ്കിൽ മസ്കറ്റിലേക്ക് ഓൺ അറൈവൽ വിസ കിട്ടും, ഖത്തറിലേക്ക് ഓൺ അറൈവൽ വിസ കിട്ടും, ഒരുപാട് GCC കൺട്രിയിലേക്ക് ഓൺ അറൈവൽ കിട്ടാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള പെർമിറ്റ് ഉണ്ട്. സോ ഒരുപാട് ബെനിഫിറ്റ്സുകൾ ഉണ്ട് UAE. പല ആൾക്കാരും ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്നില്ല. UAE അറിയില്ല, അതുകൊണ്ടല്ലേ ജമാഅത്തിനെ പോലെ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നില്ല, ഞങ്ങൾ ചോദിക്കുന്നുമില്ല. ബിക്കോസ് നമ്മൾ വിചാരിക്കുന്നു ആ സമയത്ത് വരുന്നു, ഇപ്പൊ എന്നെ പോലെ ആൾക്ക് ഗോൾഡൻ വിസ ഉണ്ട്, എനിക്ക് വരാം, ജോലി ചെയ്യാം, തിരിച്ചു വരുന്നു, നാട്ടിൽ തന്നെ ടാക്സ് അടയ്ക്കുന്നു. അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അവിടുത്തെ ഫ്രീ ടാക്സ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. That makes a lot of sense. And tell me, ഇപ്പൊ ഈ ഇൻഫ്ലുവൻസേഴ്സ് സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഒക്കെ ഇടുന്ന ആൾക്കാർക്കും പുതിയൊരു ലൈസൻസ് ഒക്കെ വേണ്ടേ? അതെ, ഇപ്പം അവിടെ നാഷണൽ മീഡിയ കൗൺസിലിന്റെ പുതിയൊരു റൂളാണ്. അവിടെ സോഷ്യൽ മീഡിയയിൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്, അതായത് നിങ്ങളുടെ കമ്പനിയുടെ തന്നെ ചെയ്യുന്നതിന് നിങ്ങൾക്ക് പെർമിറ്റിന്റെ ആവശ്യമില്ല, അതിന് ട്രേഡ് ലൈസൻസ് തന്നെ മതി. മറ്റു പല കമ്പനികൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഒരു പെർമിറ്റ് എടുക്കണം. അത് 3 വർഷത്തേക്ക് ഫ്രീ ആണ്, ഫ്രീ ഓഫ് കോസ്റ്റിനാണ് കൊടുക്കുന്നത്. 4ാമത്തെ വർഷം മുതൽ അതിന് ചെറിയൊരു പേയ്മെന്റ് ഉണ്ട്. സോ അങ്ങനെയാണ് ആ പ്രോസസ്സ് നടക്കുന്നത്. സോ ഈ ദുബായിൽ എത്തുമ്പം ഇൻ ടേംസ് ഓഫ് റവന്യൂ, ഇപ്പം ഒരാൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ടാക്സ് ഇല്ല എന്ന് പറഞ്ഞൊരു വലിയ സംഭവമാണ്. ഇൻകം ഏർണിംഗ് കപ്പാസിറ്റി എങ്ങനെയാണ് അവിടെ? ഞാൻ പറഞ്ഞല്ലേ, ഇതിന് ഒരുപാട് മലയാളികളുടെ എല്ലാവരും പറയും മലയാളികളുടെ സെക്കൻഡ് ഹോം ആണ് ദുബായ് എന്ന്. മലയാളികളാണ് ശരിക്കും UAE മാർക്കറ്റ് ഭരിക്കുന്നത്. അപ്പോൾ ഏതൊരു മലയാളികൾക്കും ഈസി ആയിട്ട് വന്നിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. അപ്പം
പ്രത്യേകിച്ച് മലയാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടംപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്കത് Absolutely. പറയാണ്ടിരിക്കാൻ വയ്യ. ഇപ്പം ഞാൻ ഇരിക്കുന്ന ഈ ഒരു എന്താ പറയുക ഈ ഒരു പൊസിഷനിലെത്തിയത് പല മലയാളികളുടെയും സപ്പോർട്ടോട് കൂടിയിട്ടാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ആൾക്കാർക്ക് ഒരുപാട് എന്താ പറയുക ഗേറ്റ് വേസ് ഉണ്ട്. ഇപ്പം പല വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ മലയാളികളാണ് അതിൻ്റെ പല എന്താ പറയുക മാനേജർ പൊസിഷനിൽ ഇരിക്കുന്നത്, ഓണേഴ്സ്. സോ അപ്പം ഏതൊരു മലയാളികൾക്കും വന്നു കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. ഒരുപാട് ബിസിനസ് കമ്മ്യൂണിറ്റികളുണ്ട് അവിടെ. ഏത് ഈ IPNA പോലെയുള്ള BNI പോലെയുള്ള മലയാളികളുടെ ഒരു എന്താ പറയുക വലിയൊരു കൂട്ടായ്മകൾ Are you part of the BNI? BNI അല്ല, ഞാൻ IPA ഞാൻ മെമ്പറാണ്. Okay. സോ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് നെറ്റ്വർക്കിംഗ് ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇപ്പം കേരളം അല്ലെങ്കിൽ ഒരു ചെറിയ റീജിയനിൽ നിന്നും വരുന്ന ആൾക്കാർ ഞങ്ങൾ ഇവിടെ തന്നെ വളരുന്നു, ഇവിടെ തന്നെ നന്നായി ചെയ്യുന്നു. അപ്പം ഞങ്ങൾ ഇവിടുന്ന് അത് അപ്രൂവ് ചെയ്ത് ദുബായിൽ എത്തുമ്പം ഞങ്ങൾക്ക് കിട്ടുന്ന ഓഡിയൻസ് കുറച്ചുകൂടെ വൈഡ് ആവുക. അതെ, ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിലേക്കാണ് നിങ്ങൾ എൻ്റർ ചെയ്യുന്നത്. ഇപ്പോൾ കേരള മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഡൊമസ്റ്റിക് മാർക്കറ്റിലാണ്. ഇവിടെ ഇത് സാച്ചുറേറ്റഡ് മാർക്കറ്റാണ്. ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ മാർക്കറ്റ് തന്നെയാണ്, അതിന് ഒരു ഡൗട്ടും ഇല്ല. പക്ഷേ UAE മാർക്കറ്റിലേക്ക് നിങ്ങൾ എൻട്രി ആവുന്നതോട് കൂടിയിട്ട് നിങ്ങൾ ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിലേക്കുള്ള ഒരു എക്സ്പ്ലോഷൻ കിട്ടാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് GCC മാർക്കറ്റ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കൂടെ തന്നെ മീന മാർക്കറ്റ് ഉണ്ട്, മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് അമേരിക്കൻ മാർക്കറ്റ് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഇത്രയും രാജ്യത്ത് നിന്ന് UAEയിലേക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരാണ്. സോ ഈ മാർക്കറ്റൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പ്രോഡക്റ്റിന് ഒരു ഇന്റർനാഷണൽ വാല്യൂ കിട്ടുന്ന ഒരു മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോലുള്ള ആൾക്കാർ അവിടെ പിടിച്ചു നിൽക്കുന്നതും റവന്യൂ ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. അതെ, ഇപ്പൊ ജമാഅത്ത് എന്ന് പറയുന്നത് സെയിൽസിൽ ഇവിടെ കേരളത്തിൽ തന്നെ ജോലി ചെയ്തുകൊണ്ട് ഒരാളാണ് അല്ലെ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 10 വർഷമായി ദുബായിൽ വളരെ സക്സസ്ഫുള്ളി താങ്കളുടെ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നു. യെസ്, ആബ്സല്യൂട്ട്ലി. ബട്ട് വാട്ട് ഐ ഡു വാണ്ട് ടു ആസ്ക് യു ഇസ് കേരളത്തിലുള്ള ഒരു വർക്കിംഗ് കൾച്ചർ വിസവി ദുബായിൽ താങ്കൾ എക്സ്പീരിയൻസ് ചെയ്ത ഒരു വ്യത്യാസം, അത് എത്രത്തോളം ഞങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലെങ്കിൽ ഓപ്പോസിറ്റ്? കേരളത്തിലത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചറും അതേമാതിരി ഒരു രീതിയും വേറെ തന്നെയാണ് കേരളത്തിൽ. പക്ഷേ ദുബായ് എല്ലാം നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്ന രീതിയിലാണ്. അപ്പം നമുക്കെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് മീൻസ് ഓൺലൈൻ ആക്സസബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു വിസ അടിക്കണമെങ്കിൽ വരെ നിങ്ങൾ എമിഗ്രേഷനിൽ പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് നിങ്ങൾക്ക് വിസ അടിക്കും. നിങ്ങളുടെ വിസ നിങ്ങൾക്ക് തന്നെ അടിക്കാൻ പറ്റും. പിന്നെ മറ്റു മാർക്കറ്റിംഗ് എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തൊന്നും പോകണ്ട. അതായത് എല്ലാം ഈസി ആയിട്ട് നിങ്ങളുടെ കയ്യിൽ വരുന്ന രീതിയിലാണ് UAE മാർക്കറ്റ് ചെയ്തിട്ടുള്ളത്. ഗവൺമെൻറ് അത്രയും ഒരു അഡീഷണൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റ്സിന് ബിസിനസ്സിന് സപ്പോർട്ട് ചെയ്യാനുള്ള പല എന്താ പറയുക സ്കീമുകളും പല ബെനിഫിറ്റ്സുകളും അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെ അറിയുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും UAE മാർക്കറ്റ്. കേരളത്തിനായിട്ട് UAE മാർക്കറ്റ് കമ്പയർ ചെയ്യാനേ പറ്റില്ല. അതൊരു വേറെ തന്നെ രീതിയിലുള്ള ഒരു മാർക്കറ്റാണ്. ടെൽ മീ, ഇപ്പം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വേൾഡ് കുറച്ച് അൺസ്റ്റേബിൾ ആണ്. ആ ഒരു ഇൻസ്റ്റബിലിറ്റി ദുബായിലും റിഫ്ലക്ട് ആയിട്ടുണ്ട് നല്ല രീതിയിൽ. അപ്പം എന്നാലും യു ആർ സോ കോൺഫിഡന്റ് ദാറ്റ് ദുബായ് ഈസ് സ്റ്റിൽ അമേസിംഗ്. നമ്മൾ ഈ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ വന്നതിന് ശേഷം ഏകദേശം 35 പേര് നമ്മൾ ഹയർ ചെയ്ത കമ്പനിയാണ്. അതെ, എല്ലാം ഒരു എന്താ പറയുക ഒരു അഡ്വാൻറ്റേജ് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. സോ നമ്മൾ പുതിയൊരു ഓഫീസിലേക്ക് മാറി, വലിയൊരു ഓഫീസിലേക്ക് മാറി, 35 പേരെ ഹയർ ചെയ്തു. സോ മാർക്കറ്റ് സ്റ്റിൽ ഇറ്റ്സ് ദെയർ, മാർക്കറ്റ് ഉണ്ട്. പക്ഷെ അതിനെ എങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളത് നന്നായിട്ട് സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് ഇപ്പം കോവിഡ് നമ്മൾ കണ്ടതാണ്. കോവിഡ് കഴിഞ്ഞ സമയത്ത് ദുബായ് വളരെയധികം ശക്തിയോടുകൂടി തിരിച്ചു വന്ന ഒരു രാജ്യമാണ്. ഇതേമാതിരി തന്നെ ഇങ്ങനെ ഒരു വാറിൻ്റെ സിറ്റുവേഷൻ ഉണ്ടായി, തിരിച്ചു വരും ഡെഫിനറ്റായിട്ട്. സോ അതിനെ നമ്മൾ പ്രാപ്തമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഒരിക്കലും പോയിട്ടില്ല. പക്ഷേ കുറേ ആൾക്കാർ ഇപ്പോൾ യൂറോപ്യൻസ് ഒക്കെ കൂടി പോയിട്ട് മലയാളികൾ അവിടെ തന്നെ ഉണ്ട്. നമ്മൾ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളികൾ മാത്രമാണ്, സ്ട്രിക്ട്ലി മലയാളികളാണ്. ഇന്ത്യൻസ് മലയാളികളാണ് UAE ഭരിക്കുന്നത്, നമ്മളെ ആൾക്കാരെ ഭരിക്കുന്നത്. നമ്മൾ അവരെ ഒഴിവാക്കിയിട്ട് നമുക്ക് വേറൊരു കച്ചവടം ചെയ്യാനില്ല. ഡെഫിനറ്റ് ആയിട്ട് മലയാളികൾ തന്നെയാണ് നമ്മളെ ബ്രെഡ് ആൻഡ് ബട്ടർ. ഉണ്ട് ബാക്കിയുള്ള കുറേ രാജ്യക്കാരൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളത് ഒരു 78%, ടു ബി വെരി പ്രിസൈസ് 78% നമുക്ക് നമ്മളെ റവന്യൂ മലയാളികളിൽ നിന്നാണ്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മലയാളികളെയും കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മലയാളികൾ എല്ലാം അണ്ടർസ്റ്റാൻഡബിൾ ആണ്, അവർക്ക് പറഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും, ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ആൾക്കാർ എഡ്യൂക്കേറ്റീവ് ആണ്, മീൻസ് ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഈസിയാണ് അവർ. ഓക്കെ, സോ ഇമാജിൻ ഞാൻ വന്നു, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു, അവിടെ തീരുന്നോ നമ്മുടെ ബന്ധം?
അതോ എനിക്കൊരു കണ്ടിന്യൂസ് അഡ്വൈസ് കിട്ടുമോ, ഒരു എൻഡ് ടു എൻഡ്? എമിറേറ്റ്സ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു സാധാരണ രീതിയിലുള്ള ഒരു ലൈസൻസ് എടുത്ത് കൊടുക്കുക എന്നുള്ള മാത്രമല്ല നമ്മുടെ ഇപ്പം ഒരു കൺസൾട്ടേഷനിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പം യു എയിലേക്ക് വരുന്ന ഒരാൾക്ക് എവിടെ അവരുടെ ബിസിനസ് തുടങ്ങണം, നമുക്ക് ഇപ്പം അറിയാം എഡ്യൂക്കേഷൻ ബേസ് ഒരു എഡ്യൂക്കേഷൻ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർക്ക് നോളജ് സിറ്റി ഉണ്ട്, പ്രൊഡക്ഷൻ ബേസ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് പ്രൊഡക്ഷൻ സിറ്റി ഉണ്ട്. അപ്പം ദുബായ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു സ്ട്രക്ചേർഡ് ആണ്, എവിടെ തുടങ്ങണം എന്നുള്ളതിൻ്റെ ഒരു കൺസൾട്ടേഷൻ, മാർക്കറ്റിംഗ് കൺസൾട്ടേഷൻ നമ്മൾ കൊടുക്കും, ഒരു ഫീസിബിലിറ്റി സ്റ്റഡി ഉണ്ടാക്കി കൊടുക്കും, ഒരു ഫ്യൂച്ചർ ഒരു 3 വർഷത്തേക്ക് ഈ ഒരു കമ്പനീനെ എങ്ങനെ പ്രോഫിറ്റബിൾ ആക്കി കൊടുക്കാം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട്, അതിനെ സഹായിക്കുന്ന എല്ലാ രീതിയിലുള്ള മാനേജ്മെൻറ്റും നമ്മൾ ചെയ്തു കൊടുക്കും. ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട ഒരാൾക്കാർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റേഴ്സ് കൊടുക്കാനുള്ള അതിൻ്റെ ബ്രാൻഡ് അംബാസ് ആ ഒരു കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറാണ് നമ്മൾ ആസിഫ് അലി വന്നത്. സ്റ്റാർട്ടപ്പ് വർക്ക്സ് എന്നാണ് അതിന്റെ പേര്. അതെ, അത് എമിറേറ്റ്സ് ഫസ്റ്റിന്റെ അണ്ടറിലുള്ള വേറൊരു എൻറ്റിറ്റി ആണ്. സ്റ്റാർട്ടപ്പ് വർക്ക്സ് എന്നാണ്. അത് നമ്മൾ പുതിയ ജനറേഷൻ ആൾക്കാരെ പിടിക്കാനും ഈ രീതിയിലുള്ള സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റിയും ചെയ്തു കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അതിന്റെ ബ്രാൻഡ് അംബാസഡറാണ് ആസിഫ് അലി. ഞാൻ പറഞ്ഞല്ലോ, ഒരു കൺസൾട്ടേഷൻ സാധാരണ ഒരു ലൈസൻസ് ഉണ്ടാക്കി കൊടുക്കുന്ന സാധാരണ ഒരു ബിസിനസ് സെറ്റപ്പിൽ നിന്ന് മാറി ഒരു കൺസൾട്ടേഷൻ പ്ലസ് അവർക്ക് ഒരു 3 കൊല്ലത്തേക്ക് വർക്ക് ചെയ്ത് അവരുടെ റവന്യൂ ജനറേറ്റ് ചെയ്ത് പ്രോഫിറ്റബിലിറ്റിയിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു കമ്പനിയാണ് എമിറേറ്റ്സ് ഫസ്റ്റ്. ഇപ്പം താങ്കൾ പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതിൽ യു എയിൽ തന്നെ ഒരു ടോപ്പ് ട്രേഡ് ലൈസൻസിങ് ഇഷ്യൂയിങ് കമ്പനി ആണ് അല്ലേ എമിറേറ്റ്സ് ഫസ്റ്റ്. നമ്മൾ ഏകദേശം 10 വർഷമായി 3 ആൾക്കാരിൽ തുടങ്ങിയ കമ്പനിയാണ്. ഇപ്പൊ 217 ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു ചെറിയ കമ്പനിയാണ്. നമുക്ക് 5 ഓഫീസിലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ദേറയിലാണ് നമ്മുടെ മെയിൻ ഓഫീസ്. കിസൈസിൽ 2 ഓഫീസ് ഉണ്ട്. ഷെയ്ഖ് സായ് റോഡിൽ ആസ്പിൻ ടവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി അവിടെ വന്നിട്ട് സ്റ്റാർട്ടപ്പ് വർക്സിന്റെ ഓഫീസാണ്. ബർഷയിൽ നമുക്ക് ഒരു ഓഫീസ് ഉണ്ട്, ഫ്രീ സോൺ സെറ്റപ്പ്. അതിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് ഈ മാസം 31 അബേദിയോൾ വരുന്നുണ്ട്. അപ്പം ചെറിയ കാര്യങ്ങളൊന്നും അല്ല, വലിയ ചെറിയ രീതിയിൽ ചെറിയ രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു വിഷണറി അല്ലെ, ഒരു ഓൺട്രപ്രണോർ. ഇപ്പം താങ്കൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ആൾക്കാരെ ദുബായിലേക്ക് കൊണ്ടുപോയി അവിടെ സെറ്റപ്പ് ചെയ്യുക മാത്രമല്ല, യു ആർ ബിൽഡിംഗ് ഓൺട്രപ്രണോഴ്സ്, യു ആർ ഹെൽപ്പിംഗ് ടു ബിൽഡ്. വൈ സോ മച്ച് ഇമ്പോർട്ടൻസ് ഓഫ് ബിൽഡിംഗ് ഇങ്ങനത്തെ ഒരു ഞാൻ ഈ ഒരു മേഖലയിലേക്ക് ഫസ്റ്റ് തുടങ്ങുന്നത് തന്നെ എൻ്റെ ഒരു അറബി സുഹൃത്ത് പറഞ്ഞിട്ടാണ്. അതായത് വൈ ഡോണ്ട് യു സ്റ്റാർട്ട് ജമാഅത്ത്, ഐ ക്യാൻ ഹെൽപ്പ് യു. ആള് ഒരു ഗവൺമെന്റ് എൻറ്റിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് പറയാനുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ആൾ എന്നോട് ചോദിച്ചു ജമാഅത്ത് തുടങ്ങിക്കൂടെ, ഐ ക്യാൻ സപ്പോർട്ട് എന്നാ പറഞ്ഞത്. അപ്പം ആ ഒരു വിസ റിജക്ഷൻ എന്ന് തുടങ്ങി. അതായത് ഒരാളുടെ വിസ റിജക്റ്റായി, എൻ്റെ തന്നെ ഒരു സുഹൃത്തിൻ്റെ ഒരു വിസ റിജക്റ്റായി. വിസ റിജക്റ്റ് ആയിട്ട് ഏകദേശം 14 ദിവസം കഴിഞ്ഞിട്ടും അപ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ ആൾക്ക് അയച്ചു കൊടുത്തപ്പോൾ ആൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്രൂവ് ആക്കി തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റി. പല ആൾക്കാരും സ്റ്റക്കായി കിടക്കുന്ന ഭാഗത്ത് ഒരാൾക്ക് ഇത് ഒരു സേവനം കൂടിയാണ്. സത്യത്തിൽ യു എയിൽ വന്ന് പല ആൾക്കാരും ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഇതൊരു വിസയിൽ തുടങ്ങി, അത് ട്രേഡ് ലൈസൻസിലെത്തി, ട്രേഡ് ലൈസൻസിൽ നിന്ന് പല മേഖലയിലേക്കും ഇതിനെ വ്യാപിപ്പിച്ചു. പല ആൾക്കാരെയും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ ഭയങ്കര ഒരു ആത്മവിശ്വാസം തരുന്ന, ഒരു കോൺഫിഡൻറ്റ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഒരു മനസ്സിലൊരു സന്തോഷം നൽകുന്ന ഒരു ബിസിനസ്സാണിത്. അതെ, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തത്. എന്നോട് പല ആൾക്കാരും പല ബിസിനസ് പ്രപ്പോസലായിട്ട് വരും, അത് ചെയ്യണം ഇത് ചെയ്യണം. ഞാൻ വേറെ ഒരു ബിസിനസ്സിലേക്കില്ല, ഇതാണ് എൻ്റെ ബിസിനസ്, ഞാൻ ഇത് മാത്രമേ ചെയ്യുള്ളൂ. വളരെ ലോയലാണ് ടു യുവർ ബിസിനസ് അല്ലേ. ഡൈവേഴ്സിഫിക്കേഷൻ ഒക്കെ അതിൻ്റെ സമയമാകുമ്പം ചെയ്യുമായിരിക്കും, പക്ഷേ ഇത് മാത്രമാണ് എൻ്റെ എന്താ പറയുക, ഇതിൻ്റെ അകത്തു നിന്നാണ് ഞാൻ ഇരിക്കുന്ന ഒരു പൊസിഷനിൽ ഞാൻ എത്തിയിട്ടുള്ളത്. ഈ ബിസിനസ് മാത്രം നന്നായിട്ട് ചെയ്യാനുള്ളത്. വണ്ടർഫുൾ. സോ എമിറേറ്റ്സ് ഫസ്റ്റ്, ഓക്കെ, എമിറേറ്റ്സ് ഫസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഗ്രൂപ്പ് താങ്കൾ ഈ ഒരു പെർട്ടിക്കുലർ ഓൺട്രപ്രണേഴ്സിന് വേണ്ടി ദുബായിലേക്ക് മാറി അവിടെ സെറ്റപ്പ് തുടങ്ങാനുള്ള എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്തിരിക്കുന്നത് അത് മാത്രമാണ്. യൂഷ്വലി ദുബായിൽ നമ്മൾ കേൾക്കുന്നത് റിയൽ എസ്റ്റേറ്റ് കമ്പനി, അത് ഇത് അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. ഈ ഒരു എക്സ്ക്ലൂസിവിറ്റി ചൂസ് ചെയ്യാനുള്ള കാരണം? ഇത് ശരിക്കും ഞാൻ പറഞ്ഞില്ല നേരത്തെ, നമ്മൾ ഒരു ടൈപ്പിംഗ് സെൻ്ററാണ് സത്യത്തിൽ. ഇതിന് പറയാ ടൈപ്പിംഗ് സെൻ്റർ, അറബികളൊക്കെ തൊപ്പിയിട്ട് ഇരുന്നിട്ട് അറബിക് ടൈപ്പ് ചെയ്യുന്ന സെൻ്ററാണ്. ഇതിന് ഒരു കളർ സ്കീം കൊടുത്ത് ഒരു ലോഗോ ഉണ്ടാക്കി ബ്രാൻഡിങ് കൊണ്ടുവന്ന് മീഡിയയിൽ മാർക്കറ്റിംഗ് തുടങ്ങിയത് നമ്മൾ. അതുവരെ ഇങ്ങനത്തെ ഒരു ബ്രാൻഡിങ്ങോ വിസ വിൽക്കുന്ന കമ്പനികൾ ഇങ്ങനെ ഇതിനൊരു ബിസിനസ് സെറ്റപ്പ് കമ്പനി എന്ന് പറഞ്ഞ പേര് കൊടുത്ത് ഒരു വലിയൊരു ആംബിയൻസ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു പേരുണ്ടാക്കി കൊണ്ടുവന്നത് നമ്മളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റത്തെ ഒരു ആൾക്കാർ എൻട്രിക്കുള്ള ക്രെഡിറ്റ് ഉണ്ടല്ലോ, അത് അതെ, അത് നമുക്ക് 10 വർഷമായി. ഇപ്പം നമ്മൾ എമിറേറ്റ്സ് ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ 3 പേര് വെച്ച് തുടങ്ങിയത്, ഏകദേശം 217 ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലെഗസി
ഉണ്ടാവും. ഓക്കെ. ഇപ്പം നിങ്ങൾ പറഞ്ഞൊരു ഒരു ഒരു ടാഗ് ഉണ്ട് അറ്റ് എമിറേറ്റ്സ് ഫസ്റ്റ് വി ഡോണ്ട് ജസ്റ്റ് ഹെൽപ്പ് പീപ്പിൾ രജിസ്റ്റർ കമ്പനീസ്, വി ഹെൽപ്പ് ദം ബിൽഡ് സക്സസ്ഫുൾ ബിസിനസ്സസ് ഇൻ ദ UAE. Yes. അതാണ് അതിന്റെ ഒരു ഹാർട്ട്. അതെ അതെ. അത് എന്താ ഞാൻ പറഞ്ഞല്ലോ, പല പല ആൾക്കാരും പല കമ്പനികളും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കമ്പനികൾ നമ്മൾ ചെറുതായിട്ട് തുടങ്ങി കൊടുത്തപ്പം 3 പേര് വെച്ച് തുടങ്ങിയ കമ്പനികൾ 3000 പേരുള്ള ആൾക്കാരൊക്കെ ആയിട്ടുള്ള മറികളുണ്ട്. നമ്മൾ ചെയ്ത കമ്പനികളുടെ ഇഷ്ടം പോലെ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. സോ അത് സത്യത്തിൽ ആ കമ്പനി കാണുമ്പോൾ നമ്മൾ തുടങ്ങിയതാണെന്നുള്ള ചെറിയൊരു എന്താ പറയുക അഭിമാനം. ഇപ്പം നമ്മൾ മലബാർ ഗോൾഡിന്റെ ഒരുപാട് വർക്കുകൾ ചെയ്യാറുണ്ട്. മലബാർ ഗോൾഡിന്റെ ഒരുപാട് ഗോൾഡൻ വിസകൾ എടുത്തത് നമ്മളാണ്. സെലിബ്രിറ്റീസിന്റെയും ഒരു ട്രസ്റ്റഡ് പാർട്ണർ ആണ്. അതെ അതെ, നമ്മൾ ഒരുപാട് സെലിബ്രിറ്റീസിന്റെ ഗോൾഡൻ വിസ എടുത്തിട്ടുണ്ട്. സെലിബ്രിറ്റീസ് അനൗൺസ് ചെയ്യുന്ന മുമ്പ് ബിസിനസ് ഓൺടർപ്രണേഴ്സിനാണ് ഈ ഗോൾഡൻ വിസ അനൗൺസ് ചെയ്തിട്ടുള്ളത്. 2019 മുതലാണ്. അപ്പോൾ അന്ന് നമ്മളായിരുന്നു ഏറ്റവും ഫസ്റ്റത്തെ കൺസൾട്ടൻസി വിച്ച് ക്യാൻ ടേക്ക് ഗോൾഡൻ വിസാസ്. അതെ, അത് അന്ന് കുറെ ക്രൈറ്റീരിയ എന്താ വെച്ചാൽ 10 മില്യൺ. അതൊക്കെ അവർ മൈനസ് ചെയ്ത് ഇപ്പൊ 2 മില്യൺ. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ കിട്ടി. അല്ലല്ല, യു ആക്ച്വലി ഡിസേർവ് ദിസ് ഗോൾഡൻ വിസ. നമ്മൾ ഐഡിയ സ്റ്റാർ സിംഗർ, ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇരുന്ന് TV കാണുന്ന സമയത്ത്, എന്നെ കണ്ട് ചെറുപ്പമൊന്നല്ല എടാ, അങ്ങനെ രക്ഷപ്പെടണ്ടോ. സത്യത്തിൽ ഐഡിയ സ്റ്റാർ സിംഗർ തുടങ്ങിയിട്ട് 2007 ഞാൻ വന്നത് ആണല്ലേ? ഓക്കെ. 2007 എനിക്കൊരു 19 അല്ല 20 വയസ്സുണ്ടാവും. ഞാൻ തന്നെയാ മൂത്തത്. അതെ ആയിരിക്കും. എന്നിട്ട് പ്രപ്പോസലായി വന്നിരിക്കുന്നു. കാണുമ്പോഴും കുഴപ്പമില്ല, നമ്മൾക്ക് ഒരേ പ്രായക്കാര് പോലെ. ഞാൻ 20ാമത്തെ വയസ്സിൽ ദുബായിലെത്തുന്നത്. അതെ അതെ അതെ, ഞാൻ മലബാർ ഗോൾഡിലായിരുന്നു ഇവിടെ വർക്ക് എനിക്കറിയാം. അവിടുന്ന് ഞാൻ 20 വയസ്സിൽ പോയിട്ട് 2007 40ആയി. അല്ല, എന്നാലും 2007 20 വയസ്സിൽ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് പോവാ എന്ന് പറഞ്ഞാൽ ചെറിയ സംഭവമല്ലേ ജമാലെ? അങ്ങനെ ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ച് മടിയന്മാരും പഠിച്ചുകളോ എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല, താങ്കൾ പറയൂ ദുബായിൽ എങ്ങനെയാണ് ഇപ്പൊ വരുന്ന ചോദിച്ചു വരുന്ന ആൾക്കാര്? ഞാൻ തുടങ്ങിയ സമയത്ത് ഒരുപാട് ആൾക്കാർ നല്ല സീരിയസ് ആയിരുന്നു. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ പ്രപ്പോസൽ ഉണ്ടാക്കുന്നത് തന്നെ. എൻ്റെയൊക്കെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ അവർ ആദ്യം ഒരു പ്രപ്പോസൽ ഉണ്ടാക്കി, ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി, ബിസിനസ് തുടങ്ങി കഴിഞ്ഞിട്ടാണ് ആൾക്കാർ ഇൻവെസ്റ്റ്മെന്റിന് നോക്കുക. അപ്പോൾ അവർ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണ്, ഐഡിയ ഉണ്ട്, അവർക്കറിയാം എങ്ങനെ ബിസിനസ് ചെയ്യണം, അറിയാം. ഇപ്പോഴത്തെ ആൾക്കാർ അങ്ങനല്ല. ആദ്യമേ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ്, എനിക്ക് 2 കോടി വേണം, എന്നിട്ട് അതിനുള്ള പ്ലാനാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതൊരു കഥ. പിന്നെ രണ്ടാമത്തത് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഐഡിയ ഉണ്ട്, ഫ്രണ്ടിന് ബിസിനസ് തുടങ്ങാനുണ്ട്, ഞാൻ അവൻ്റെ കൂടെ സ്വന്തമായിട്ടുള്ള ഡ്രീം അവർ മാറ്റി വെച്ചിട്ട് ഫ്രണ്ടിനെ സഹായിക്കാനാണ് പോകുന്നവർ. അപ്പം ഫ്രണ്ടിൻ്റെ ഡ്രീമിനെയാണ് അവർ സക്സസ്ഫുൾ ചെയ്യാൻ നോക്കുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. എനിക്ക് പ്രോജക്റ്റ് ഉണ്ട്, എനിക്കുള്ള ഐഡിയ, എനിക്ക് ഫണ്ട്, അങ്ങനെയല്ല. ഇപ്പം എൻ്റെ ഫ്രണ്ടിന് എൻ്റെ ഐഡിയ ഇല്ല, എന്നിട്ട് പോലും പല ആൾക്കാർ ഇപ്പോൾ ഞാനിത് തുടങ്ങുന്ന സമയത്ത് 2017 100 കമ്പനി ഒരു വർഷം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ 67 കമ്പനീസ് അടുത്ത കൊല്ലം റിന്യൂ ചെയ്യുമായിരുന്നു. സക്സസ്ഫുൾ റേഷ്യോ കൂടുതലായിരുന്നു. ഇപ്പം അത് 42 ആണ്. പെർസെൻറ്റേജ് കുറഞ്ഞു ആൾക്കാരുടെ. അത് എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മാർക്കറ്റിൽ. കോവിഡ് വന്നു, അതിൻ്റെ ശേഷം ഒരുപാട് ആൾക്ക് പ്രശ്നങ്ങളുണ്ടായി, ഫണ്ടിൻ്റെ പ്രശ്നങ്ങളുണ്ട്, പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇപ്പം പ്രത്യേകിച്ച് ഈ വാറിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും പഴയ ഒരു എന്താ പറയുക റീറ്റെയിനർഷിപ്പ് ഇപ്പം ഇല്ല. ആൾക്കാർ എന്താ പറയുക, പണ്ട് ഒരു കമ്പനി തുടങ്ങിയ ഒരു സ്പോൺസർ ഫീ ഉണ്ടാവും നമുക്ക്. ഇത് നമുക്ക് എല്ലാ കൊല്ലം കിട്ടുന്ന ഫീയാണ്, ഇപ്പം കിട്ടുന്നില്ല. അതെ, ഇപ്പം റിന്യൂവൽ റേഷ്യോ 42% ആയി കുറഞ്ഞു. അപ്പം ഇങ്ങനത്തെ പല മാറ്റങ്ങളും UAE ഉണ്ടായിട്ടുണ്ട്, ഇൻഡസ്ട്രിയിൽ വരുന്നുണ്ട്. ഐ ഹാവ് ടു ആസ്ക് യു ദിസ് ജമാ, അതൊരു 20 വയസ്സുകാരൻ ദുബായിലേക്ക് ചേക്കേറുമ്പോൾ എന്തായിരുന്നു താങ്കളുടെ സ്വപ്നം അന്ന്? സത്യത്തിൽ അങ്ങനെ ഒരു സ്വപ്നമായിട്ടില്ല. പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. ഇത് ഒരു പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ പൊസിഷനിൽ കുറച്ച് കാലം നിൽക്കുമ്പോഴേക്ക് എനിക്ക് തോന്നും ഇത് എൻ്റെ സ്റ്റേജില്ല, എനിക്ക് മാറാം. അപ്പം സത്യത്തിൽ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത് തന്നെ ദുബായിൽ വരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മലബാർ ഗോൾഡ് ബാംഗ്ലൂർ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് മലയാളം അല്ലാണ്ട് വേറൊരു ഭാഷ എനിക്കല്ല. ഞാൻ കോഴിക്കോടാണ്, തനി എന്താ പറയുക ഒരു പ്രീ ഡിഗ്രിക്കാരൻ്റെ ഒരു പ്രീ ഡിഗ്രി പഠിച്ച് അവിടെ നിന്നാണ്. പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ ഞാൻ മലബാർ ഗോൾഡ് വർക്ക് ചെയ്യും. അതെ, അപ്പം എനിക്ക് ഇംഗ്ലീഷ്, അപ്പം ബാംഗ്ലൂർ തുറക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ബാംഗ്ലൂർ പോയി ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും എന്നുള്ളൊരു, അങ്ങനെ പോയിട്ട് ബാംഗ്ലൂർ ഇംഗ്ലീഷ്. അവിടെ നിന്നാണ് ഹിന്ദി പഠിക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് ഞാൻ ഹൈദരാബാദിൽ പോയി, അവരവിടെ തുറക്കാം. അപ്പം
ഓരോരോ ടൈം ടു ടൈം ആയിട്ട് ഞാൻ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ എനിക്കറിയാം ഇതല്ല എൻ്റെ പൊസിഷൻ. ഇത് മുതൽക്കൂട്ടാണ്, ഇനി ഇതൊക്കെ ഒരു ഇനി ഇങ്ങനെ എനിക്കൊരു സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും പോരാന്നുള്ള ഒരു കാര്യങ്ങളായിട്ട് ഞാൻ തിരിച്ചറിവ്. മുമ്പോട്ട്. അപ്പൊ അങ്ങനെ യു റീച്ച് ദുബായ്. ആദ്യം ആ ദുബായിൽ ഇപ്പൊ ഓഫ് കോഴ്സ് യു സിറ്റിംഗ് ദർ ആസ് എ സക്സസ്ഫുൾ ഓൺടർപ്രണർ, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ താങ്കൾ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു ബിഗിനറിന് വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. അന്ന് താങ്കൾക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എന്തായിരുന്നു ഇന്നില്ലാത്തത്, താങ്കൾ കട്ട് ഓഫ് ചെയ്യുന്നത്, താങ്കളെ ഹെൽപ്പ് ചെയ്യുന്നത്? പൈസ തന്നെ. പൈസ 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 പൈസ. തീർച്ചയായിട്ടും അന്ന് ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്യണം, പിന്നോട്ട് ആലോചിച്ച് ഇതിന് ഇത്ര വേണം, ബഡ്ജറ്റ് ഉണ്ടാക്കണം, ഇതിന് എത്ര സമയം എടുക്കും എന്നുള്ളത്. ഇപ്പം ആ ഒരു മെൻ്റൽ ഫ്രീ, മനസ്സ് എന്തിനും ഏതിനും പ്ലാൻ ചെയ്യാനൊക്കെ നമ്മളെ കയ്യിൽ ബാക്കപ്പ് മണി ഉണ്ടെന്നുണ്ടെങ്കിൽ, എവിടെ ഇന്നിപ്പം നിങ്ങൾക്ക് US പോകണമെന്നുണ്ടെങ്കിലും എന്താ പറയുക, എന്തിനെ കുറിച്ചിട്ട് ആലോചിക്കണമെങ്കിലും, ഒരു പ്രോപ്പർട്ടി വേണമെങ്കിലും ഈസി ആയിട്ട് ആലോചിക്കാൻ പറ്റും. ഈസി ആയിട്ട് അതെല്ലാവരും പ്രിപ്പയർ ചെയ്യണം. ഈസി ആയിട്ട് നിങ്ങൾക്ക് ലൈഫിൽ മുമ്പോട്ട് പോകാനുള്ള ഒരു സാധനം നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ട്, നിങ്ങളൊരു ഹാർഡ് വർക്ക് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നിടത്തുനിന്നോ അല്ലെങ്കിൽ അടുത്തൊരു സ്ഥലത്തു നിന്ന് കിട്ടും. കിട്ടും. ഐ മീൻ യാ, മണിയും അൺഫോർച്ചുനേറ്റ്ലി മേക്സ് ദ വേൾഡ് ഗോ റൗണ്ട്. അന്ന് ദുബായ് പോയപ്പം എന്തായിരുന്നു അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് മനസ്സിലാക്കിയത്? ഞാൻ പോയത് സത്യത്തിൽ 2007 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീക്ക് ടൈമാണ് UAE-യുടെ. 2008 റിസഷൻ സ്റ്റാർട്ട് ചെയ്തു. ആ പീക്ക് ടൈമിൽ ഞാൻ ദുബായിയുടെ നല്ല ടൈം കണ്ട ആളാണ്. അത് ബുർജ് ഖലീഫ ഒക്കെ അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്ന നല്ല ഫണ്ട് ഫ്ലോ ഉള്ള ടൈമിലാണ് ഞാൻ പോകുന്നത്. UAE-യുടെ ഒരു നല്ലൊരു ടൈമിലാണ്. അപ്പം എനിക്ക് പല കമ്പനികളുടെയും നല്ല ടൈമാണ് ഞാൻ കണ്ടത്. അതേമാതിരി തന്നെ 2008 അവരുടെ ഡൗൺഫോളും കണ്ടത്. സോ എനിക്കറിയാം UAE-യുടെ ഒരു പൾസ് എന്താണെന്നുള്ളത്, എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത്. സോ UAE-യിൽ പല ആൾക്കാരും നല്ല രീതിയിൽ നല്ല ബിസിനസ് ചെയ്തുകൊണ്ട് പോയ ആൾക്കാരൊക്കെ ഈ റിസഷൻ സമയത്ത് പിരിച്ചുവിടലും എന്താ പറയുക, പല ഫിനാൻഷ്യൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ UAE-യുടെ പൾസ് മനസ്സിലാക്കിയ ഒരാൾക്ക് ശരിക്കും പുതിയൊരാൾ വരുന്ന സമയത്ത് ഗൈഡ് ചെയ്യാനും അഡ്വൈസ് ചെയ്യാനും പറ്റുള്ളൂ. ഈ ഒരു റിസഷൻ മാത്രമല്ല കേട്ടോ പറയുന്നത്. അതിനുശേഷം വാറുകൾ ഉണ്ടായിട്ടുണ്ട്, UAE-ത്തെ എക്കണോമിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പല ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. സോ 2007 എന്ന് പറഞ്ഞാൽ പീക്ക് ടൈം. 2008 കണ്ടു, 2010 കണ്ടു, 2015 റിസഷൻ പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കണ്ട് UAE മാർക്കറ്റിൻ്റെ പൾസ് നമ്മൾ കിരീടത്തിൽ പറയുന്ന സ്പന്ദനം മനസ്സിലാക്കിയിട്ടുള്ള ഇതുകൊണ്ടാണ് എനിക്കൊരാളെ ഈസി ആയിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ അടുത്ത് സംസാരിച്ച ആള് നമ്മളെ അടുത്ത് നിന്ന് ബിസിനസ് ചെയ്യാണ്ട് അല്ലെങ്കിൽ സർവീസ് ചെയ്യാണ്ട് ആൾ പോകില്ല, അത് ഗ്യാരണ്ടി. പക്ഷെ ഞാനിപ്പം കൺസൾട്ടേഷൻ നിൽക്കാറില്ല, അതിനുള്ള സമയം കിട്ടാറില്ല. എന്താ വെച്ചാൽ ഇപ്പം ഏകദേശം കമ്പനി 500 ലൈസൻസ് മന്ത്ലി ഉണ്ടാക്കുന്ന ഒരു കമ്പനി. അപ്പം അത്രയും ഏകദേശം 110 സെയിൽസുള്ള ആൾക്കാരുണ്ട്. ഈ ആൾക്കാർ 500 കമ്പനി ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവരെയും മീറ്റ് ചെയ്യാൻ പറ്റില്ല. അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരെ മാത്രമേ ഞാൻ കണ്ട് സംസാരിക്കാറുള്ളൂ. ഇത്രയും അധികം ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലോ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ. ഇവരിലൊക്കെ സക്സസ്ഫുൾ ആയി മാറുന്ന ആൾക്കാരുടെ എന്തെങ്കിലും ഒരു ഫോർമുല ഉണ്ടോ, താങ്കൾ കണ്ടിട്ടുണ്ടോ? ഫിനാൻഷ്യൽ ഡിസിപ്ലിനുള്ള ആൾക്കാരായിരിക്കും. ഫിനാൻഷ്യൽ ഡിസിപ്ലിനുള്ള നല്ല സ്ട്രാറ്റജിയുള്ള ആൾക്കാരായിരിക്കും. വിഷൻ ഉണ്ടാവും അവർക്ക്. എന്താണ് അവർ ഒരു ബിസിനസ് തുടങ്ങി അല്ലെങ്കിൽ ഇത് സക്സസ്ഫുൾ ആവാനുള്ളത് വരെ അവരുടെ ഡ്രീമിൽ കണ്ടിട്ടുണ്ടാവും, അല്ലെ അവർ കംപ്ലീറ്റ് അവരുടെ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ടാവും. തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും വിഷനൊക്കെ ഉണ്ടാക്കി അവർ ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ പൾസ് ശരിക്കും കിട്ടും. ഇത് ചിലപ്പോൾ പ്രോഡക്റ്റോ കാര്യങ്ങളോ അത്ര മാർക്കറ്റിൽ ഡിമാൻഡ് ഇല്ലാത്ത പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവരുടെ ബിസിനസ് തുടങ്ങി എന്താ പറയുക, ഒരു 5 കൊല്ലത്തെ ജേണിയൊക്കെ വരച്ച് വെച്ച് സക്സസ്ഫുൾ ആയി ബാങ്കിൽ എത്ര പൈസ വരും എന്നുള്ളത് വരെ അഡ്വാൻസ്ഡ് കാൽക്കുലേഷൻ ചെയ്ത് വെച്ചവരായിരിക്കും. അവരൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവൻ പുലിയാണ് ഇതാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ചില ചേഞ്ചസ് വരുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഒരുപാട് ഗൈഡൻസും കൊടുക്കാൻ പറ്റും. എങ്ങനത്തെ കമ്പനി, ഇപ്പം ഏത് കമ്പനിയും ലൈസൻസിങ് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു, അങ്ങനെ വല്ല സ്പെസിഫിക്കേഷൻസ് ഉണ്ടോ? ദുബായ് മാർക്കറ്റ് ഇപ്പം ഏറ്റവും നല്ലത് ആർക്കൊക്കെ വരാനാണ്? UAE-ൽ ഒരുപാട് ആൾക്കാർ പണ്ടൊക്കെ വരിക എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ, കഫറ്റീരിയ തുടങ്ങാൻ, കോഫി ഷോപ്പ് തുടങ്ങാൻ, ഒരു എന്താ പറയുക, ഒരു പഴയ രീതിയിലുള്ള ഒരു തുടങ്ങാം, ടെക്സ്റ്റൈൽസ്, ഇതാണ് മലയാളികളുടെ ഒരു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം AI, റോബോട്ടിക്സ്,
സൈബർ സെക്യൂരിറ്റീസ്, ഡേറ്റ സെന്റേഴ്സ്, ഇതൊക്കെയാണ് മലയാളികളുടെ ഒരു ഏരിയ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കൺസൾട്ടേഷൻ ബിസിനസ്, ഗ്രീൻ ടവർ, ഗ്രീൻ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ട്. അതായത് ബിൽഡിങ്സ് ഉണ്ടാക്കാനുള്ള അതിന്റെ ഇക്കോ ഫ്രണ്ട്ലി അതാണോ? ഗ്രീൻ ബിൽഡിംഗ്, ഇക്കോ ഫ്രണ്ട്ലി ബിൽഡിംഗ്. പ്രത്യേകിച്ച് UAE ഇതിന്റെ ഒരു കൺസൾട്ടേഷൻ ഉണ്ട് മുനിസിപ്പാലിറ്റിക്ക്. ഇത് സൈൻ ചെയ്ത ആൾക്കാർ മാത്രം ഇതിനെ പഠിച്ച് ഇതിന് എന്താ പറയുക കാർബൺ മറ്റതും മറിച്ചതൊക്കെ ഉള്ള കുറച്ച് കാര്യം അതിന് സൈൻ ചെയ്ത ഇതിന് വേണ്ടി മലയാളികൾ വരുന്നുണ്ട്. അപ്പം മലയാളികളുടെ കോൺസെപ്റ്റ് ഒക്കെ മാറി, ആൾക്കാരുടെ ചിന്താഗതികൾ മാറി. ഫോർവേഡ് ആണ് മലയാളികൾ, പെട്ടെന്ന് പഠിക്കാൻ പറ്റും. റോബോട്ടിക്സ് ഫാക്ടറി തുടങ്ങാൻ വേണ്ടി പോവാം. തലശ്ശേരിക്കാരൻ ദുബായിൽ. അതെ, അതായത് UAE, ചൈന, റഷ്യ. അപ്പം നിങ്ങൾക്ക് ഇപ്പം റോബോട്ടിക്സ്, ഞാൻ അതിൻ്റെ ഒരു ഇതിലേക്ക് ഒരു എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ചൈന റോബോട്ട് ഉണ്ട്, റഷ്യൻ റോബോട്ട് ഉണ്ട്. റഷ്യൻ റോബോട്ടാണ് ഈ നീ സർജറി ഇതൊക്കെ ചെയ്യുന്നത്. ഡോക്ടർ അമേരിക്കൻ, അതേമാതിരി കൃഷി ചെയ്യുന്നതൊക്കെ ചൈനീസാണ്. അപ്പം ഇപ്പം നിങ്ങൾക്ക് ഒരു റോബോട്ട് വേണമെങ്കിൽ ഏതിനാണ് അതിനെ ബേസ് ചെയ്തിട്ട് എവിടെ പോകണം? ചൈനയിൽ പോകണമെന്നെങ്കിൽ അല്ലെങ്കിൽ US പോകണം. ഇവർ ഇതിനെല്ലാം കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്ത് UAE ഒരു റോബോട്ടിക് സെന്റർ തുടങ്ങാം, എക്സ്പീരിയൻസ് സെന്റർ. അതെ, നിങ്ങൾക്ക് എല്ലാം വന്ന് കാണാം. അതിന്റെ ഓർഡർ കൊടുത്താൽ അതിന്റെ ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് വരും. മലയാളി തലശ്ശേരിക്കാർ. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ, പല കോൺസെപ്റ്റുകളും. ഇതൊക്കെ നമ്മളാണ് ട്രേഡ് ലൈസൻസ് കൊണ്ടുപോയി. സോ ഞാൻ പറഞ്ഞു വന്നത്, പണ്ടത്തെ രീതിയിൽ നിന്ന് മാറി പുതിയ കോൺസെപ്റ്റിൽ ആൾക്കാർ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ക്രോസ് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് UAE ഇരുന്നും കൊണ്ട് അമേരിക്കയിൽ നിന്ന് സാധനം എടുത്തിട്ട് നേരെ സൗദിക്ക് കൊടുക്കാൻ പറ്റും. അതെ, ക്രോസ് ട്രേഡിംഗ്. അതായത് ഷിപ്മെന്റ് കംപ്ലീറ്റ് ഡയറക്റ്റ് പോകും, ഡോക്യുമെന്റേഷൻ നിങ്ങളുടെ വഴി പോകും, ദുബായ് വഴി പോകും, ദുബായ് കമ്പനി വഴി പോകും. അതെ, അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മലയാളികൾ എന്തും ഏത് ലൈസൻസും ചെയ്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് ഇങ്ങനെ തലശ്ശേരിക്കാരൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെന്റ്. അങ്ങനെ താങ്കളുടെ ലൈഫിൽ താങ്കളുടെ കമ്പനികളിലൂടെ ചെറിയ രീതിയിൽ എത്തി താങ്കളെ തന്നെ ഇംപ്രസ് ചെയ്ത് വളർന്ന എക്സാമ്പിൾസ് ഒരുപാട് കമ്പനികളുണ്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന. നമുക്ക് ഒരു എമിറേറ്റ്സ് കമ്പനിക്ക്, എമിറേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗോൾഡൻ ലെറ്ററിൽ എഴുതിയിട്ടില്ലേ ഫ്ലൈറ്റിന്റെ മുകളിൽ? അതെ, ആ ടോർമാക് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഈ കമ്പനി ഈ ലോഗോ ഗോൾഡ് പ്ലേറ്റ് ചെയ്യുന്നത് ടോർമാക് എന്നാണ്. പിന്നെ അതേമാതിരി കുറച്ച് വോൾവ്സ്, ഈ ഫ്ലൈറ്റിന്റെ വോൾവ്സ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ടോർമാക്. അത് ഞാൻ തുടങ്ങി കൊടുത്ത കമ്പനിയാണ് ടോർമാക്, വലിയ കമ്പനി. അതും ഇതേമാതിരി 300 പേര് 2017 ഉണ്ടായിരുന്നു. ഇപ്പൊ 3000-ലധികം പേരുണ്ട്. ഷാർജ. ഇതില് ഈ ദുബായിൽ അല്ലെങ്കിൽ UAE അല്ലെങ്കിൽ ലോകത്ത് എവിടെയാണെങ്കിലും ഒരു ബിസിനസ്, ഒരു ആന്റർപ്രണോർക്ക് വേണ്ടിയ കുറച്ച് ക്വാളിറ്റീസ് അല്ലേ? യു ആർ എ സക്സസ്ഫുൾ ആന്റർപ്രണോർ. അതിൽ താങ്കൾക്കുള്ള കുറച്ച് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് തന്നെ എല്ലാവർക്കും ഉണ്ടാവും. ലൈക്ക് നേരത്തെ പറഞ്ഞു, വിഷൻ വേണം, ബോർഡ് വേണം. വാട്ട് ഡു യു ഫീൽ ഹെൽപ്ഡ് യുവർ സക്സസ്? താങ്കളെ സക്സസ്ഫുൾ ആക്കിയത് എന്തായിരിക്കും? അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകിച്ചൊരു കാരണം കൊണ്ടല്ല. എനിക്കൊരു ആൾക്കാരൊക്കെ ഇഷ്ടമാണ്. ഞാൻ ഫാമിലിനൊക്കെ നന്നായിട്ട് പാമ്പർ ചെയ്യും, ഫാമിലിനെ നന്നായിട്ട് നോക്കുന്ന ഫാമിലിയാണ് എൻ്റെ എല്ലാം. പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിയിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ നന്നായിട്ട് കൂട്ടിപ്പിടിക്കുന്ന ഒരാളാണ്. അതായിരിക്കാം എന്നാണ് ഞാൻ പലപ്പോഴും, അല്ലെങ്കിൽ എനിക്കായിട്ടൊരു പ്രത്യേകിച്ചൊരു അതിൻ്റെ ഒരു ബ്ലെസ്സിങ് കിട്ടാനുള്ള ഒരു കഥയായിരിക്കും. അതല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്, ഹാർഡ് വർക്ക് ചെയ്യും, നന്നായിട്ട് ഒരു കാര്യത്തിനെ കുറിച്ച് ഡീപ്പായിട്ട് സ്റ്റഡി ഉണ്ടാവും എൻ്റെ കയ്യിൽ. പ്രത്യേകിച്ച് ഒരു ഗ്ലിംസിൽ ഇങ്ങനെ പോലല്ല, ഡീപ്പായിട്ട് അതെങ്ങനെ സംഭവിച്ചു, അതിന് എത്ര കോസ്റ്റ് വന്നു, അല്ലെ അതെന്താ എങ്ങനെ സംഭവിച്ചു, ഒരു ഡീപ്പ് സ്റ്റഡി എൻ്റെ കയ്യിലുണ്ടാവും. അതായിരിക്കും എൻ്റെ ഒരു സക്സസ്ഫുള്ളിന്റെ ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോ ഈ ഒരു മേഖലയിൽ ഐ എം ഷുവർ ദാറ്റ് വേറെ ആൾക്കാരും താങ്കൾ ഇത് തുടങ്ങി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ തന്നെ മാർക്കറ്റ് ചെയ്ത് ബ്രാൻഡ് ചെയ്ത് ഈ ടൈപ്പിംഗ് സെന്ററിനെ മാറ്റി കൊണ്ടുവന്നിട്ടുണ്ടാവും. വാട്ട് മേക്സ് എമിറേറ്റ്സ് ഫസ്റ്റ് ഡിഫറെന്റ് ഫ്രം ഓൾ ഓഫ് ദം? നമ്മൾ ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മുടെ ആൾക്കാർ, പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും, നമ്മൾ മലയാളികളാണ് ഏറ്റവും കൂടുതൽ സ്റ്റാഫുകൾ. അവർക്കുള്ള ട്രെയിനിങ് നമ്മൾ കൊടുക്കുക, അവരുടെ ഒരു കൾച്ചറും ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ മനസ്സിലാക്കിയിട്ടാണ്. എമിറേറ്റ്സ് ഫസ്റ്റിൻ്റെ ഞാൻ പറഞ്ഞില്ലേ 35,000 കമ്പനികൾ തുടങ്ങിക്കൊടുത്ത ഒരു ലെഗസി തന്നെയാണ് നമ്മുടെ ഒരു ബാക്കിയുള്ള കമ്പനികളുടെ വെച്ച് നോക്കുന്ന സമയത്തുള്ളൊരു വ്യത്യാസം. എന്നെ കണ്ടിട്ട്, എൻ്റെ വീഡിയോസ് കണ്ട് ഇൻസ്പയർ ആയിട്ട് ഒരുപാട് ആൾക്കാർ കമ്പനി തുടങ്ങിയ ആൾക്കാരുണ്ട്. നമ്മുടെ അടുത്തുനിന്ന് പോയിട്ട് വേറെ ഇതേമാതിരി കമ്പനി തുടങ്ങിയ ആൾക്കാരുണ്ട്. പക്ഷേ അവരുടെ അടുത്തു നിന്നൊക്കെ വ്യത്യാസമായിട്ട് UAE ഒരു ഇപ്പോഴും അന്നത്തെ അതേ ഒരു ലെഗസിയിൽ ഇപ്പോഴും നിൽക്കുന്ന കമ്പനി എമിറേറ്റ്സ് ഫസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ കൂടെയുള്ള സ്റ്റാഫുകളും അവരുടെ ക്വാളിറ്റീസും അവർ നമ്മൾ കസ്റ്റമേഴ്സിനെ മാനേജ് ചെയ്യുന്ന രീതിയും
നിങ്ങൾക്കറിയാം, അല്ല ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഗൂഗിൾ റിവ്യൂല് ഓക്കെ. എമിറേറ്റ്സ് ഫസ്റ്റിന്റെ ഗൂഗിൾ റിവ്യൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ നെഗറ്റീവ്സ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. എല്ലായിടത്തും ഉണ്ടാവും. ബാക്കിയുള്ള ബിസിനസ് സെറ്റപ്പ് കമ്പനിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വെരി 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 കുറവാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ആ ഇൻവെസ്റ്റ് ചെയ്തത് സർവീസിലാണ്. അതായത് ഇത് സർവീസ് ഇൻഡസ്ട്രിയാണ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതും സർവീസിലാണ്. അപ്പോൾ നമ്മളെ സർവീസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത്രയും ഡിഫറൻസ് ആണ് ബാക്കിയുള്ള ഇതിന്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ടോപ്പിൽ എമിറേറ്റ്സ് ഫസ്റ്റ് നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ കൊച്ചിയിലിരുന്നിട്ടാണ് ഇപ്പോൾ അവിടെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഡു ഐ ഹാവ് ടു കം ദർ ആദ്യം? ആദ്യം അതായത് 2021 വരെ നിങ്ങളുടെ പ്രസൻസ് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് കമ്പനി തുടങ്ങാൻ പറ്റും. ഇപ്പം അങ്ങനെ ഒന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് വേൾഡിൻ്റെ ഏത് കോണിൽ ഇരുന്നിട്ടും ഇന്റർനെറ്റ് വന്നു, ഇതിൻ്റെ ഡിജിറ്റൽ ആയി കാര്യങ്ങൾ KYC വീഡിയോ മതി. നിങ്ങൾ വരാണ്ട് തന്നെ നിങ്ങളുടെ ലൈസൻസ് ഇഷ്യൂ ചെയ്ത് തരും, നിങ്ങളെ വിസ ഇഷ്യൂ ചെയ്ത് തരും. ആ വിസയിൽ ബ്ലഡ് സാമ്പിൾസ് കൊടുക്കാൻ വേണ്ടി മാത്രം വന്നാൽ മതി. ആ സമയത്ത് എല്ലാം പ്രൊസീജിയർ കഴിയാറാവും. പ്രോസസ് ഒക്കെ കഴിഞ്ഞു, ലൈസൻസ് കിട്ടി, വിസ കിട്ടി കഴിഞ്ഞ് ബ്ലഡ് സാമ്പിൾസ് കൊടുക്കാൻ വന്നാൽ മതി. നിങ്ങൾ ഐഡിയും കളക്ട് ചെയ്യാൻ തന്നെ. പിന്നെ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് അന്ന് തന്നെ ലൈസൻസ് കിട്ടി കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ ബാങ്ക് അക്കൗണ്ട് കിട്ടും. വളരെ ഈസി പ്രോസസ് ഇൻ ദുബായ്, ഐ ഹാവ് ടു സേ. അത് ഞാൻ തന്നെ, എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് മടിയാണ്. പക്ഷെ ദുബായ് ഇറ്റ് വാസ് ഈസി. വെറുതെ ജസ്റ്റ് വാക്ക് ഇൻ. ആക്ച്വലി വീട്ടിലേക്ക് വരും. ഐ മീൻ യു കൻ ഗോ ടു ദി ഓഫീസ്. സോ ഈസി. ഒന്നും പോണ്ട, വീട്ടിൽ തന്നെ നിങ്ങൾക്ക് വരും. കൊറിയർ സാമ്പിൾസ്, ബ്ലഡ് സാമ്പിൾസും വീട്ടിൽ വന്ന് കളക്ട് ചെയ്യും. നിങ്ങൾ പവർ ഓഫ് അറ്റോർണി കൊടുക്കുന്ന ജഡ്ജ് വരെ നിങ്ങളെ വീട്ടിൽ വരും. അതായത് പ്രൈവറ്റ് നോട്ടറി നിങ്ങളെ വീട്ടിൽ വരും ഇതെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാത്തിനും ബിസിനസ് ലൈൻ ഉണ്ട്. ഇവിടെ ബിസിനസ് ലൈൻ ഇല്ലല്ലോ. അവിടെ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടോ, നിങ്ങൾക്ക് ബിസിനസ് ഈസി ആയിട്ട് കട്ട് ചെയ്ത് പോകും. ഫാസ്റ്റ് ട്രാക്ക് അല്ലേ അത് ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചത് എയർപോർട്ടിലാണ്. എമിറേറ്റ്സ് കയറുമ്പോഴുള്ള ഫാസ്റ്റ് ട്രാക്കിന്റെ ഒരു ഉപയോഗം അത് ലൈഫിൽ ഭയങ്കര ബെനിഫിഷ്യൽ ആണ്. അത് വൺസ് എൻജോയ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നേരെ കുറച്ച് അതെന്താന്നറിയില്ല. ദുബായ് റൂയിൻസ് ചെയ്യും അങ്ങനെ കുറച്ച്, അല്ലേ? സത്യം. നമ്മുടെ ഭാഗം ചെയ്താൽ UAE takes care of you. അതെ കറക്റ്റ്. വെരി വെരി വെൽ. അതേമാതിരി തന്നെയാണ് അവിടുത്തെ റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അൺടിൽ അൺലെസ് യു ഡു സംതിങ് അവരൊന്നും ചെയ്യില്ല. നിങ്ങൾക്ക് ഈസിയാണ്, നിങ്ങൾക്ക് എവിടെ പോകാനും ഫ്രീഡം ഉണ്ട്, ഏത് രാത്രിയും നടക്കാനുള്ള. പ്രത്യേകിച്ച് ഗേൾസിനൊക്കെ 24/7 എന്താ പറയുക, അത്രയും ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്ന ഒരു രാജ്യം ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇല്ല, എനിക്കൊരു ഐ ഹാവ് മെനി എക്സ്പീരിയൻസസ് there. ഞാൻ പൊതുവെ രാത്രി നടക്കുന്ന ഒരാളായതുകൊണ്ട് ദുബായിൽ പോകുമ്പോൾ ഒരു ടെൻഷനും വേണ്ട. അവിടെ ഒരു പ്രാവശ്യം എൻ്റെ കാർ ബ്രേക്ക് ഡൗൺ ആയി. എൻ്റെ ഫ്രണ്ട് വാസ് ഡ്രൈവിംഗ്. യൂഷ്വലി നമ്മുടെ നാട്ടിൽ കാർ ബ്രേക്ക് ഡൗൺ ചെയ്താൽ ആരും നമ്മളെ തിരിഞ്ഞു പോലും നോക്കില്ല. ഇത് അവിടെ വണ്ടി നിർത്തി, പോയിക്കൊണ്ടിരുന്ന വണ്ടിയെ നിർത്തി ജംപ് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കൂ എന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ച് ഞങ്ങളെയും പറഞ്ഞു വിട്ടിട്ടേ പോയുള്ളൂ. അതൊക്കെ ഐ എം സേയിങ് 15-20 years ബാക്ക്. ഇന്നത്തെ കാര്യം പോലും അല്ല. 2002 അത്രയും പഴയ ദുബായിനെ എനിക്ക് ഓർമ്മയുണ്ട്. അന്നും ഭയങ്കര വണ്ടർഫുൾ ആയിരുന്നു. ഇന്നത് ബെറ്റർ ആയിട്ടേ ഉള്ളൂ. ബട്ട് ഇനി കുറെ പേർക്ക് ഇപ്പൊ ഇത് കേൾക്കുമ്പം ഓക്കെ, നമുക്കൊന്ന് വന്ന് ദുബായിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് വീസ പോയത്, ഇവിടെ തുടങ്ങുന്ന ബിസിനസ് നമുക്ക് അവിടെ തുടങ്ങി നോക്കാം. ബിക്കോസ് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ താങ്കൾ പറഞ്ഞ 2 ലക്ഷം രൂപയുടെ താഴെയും പിന്നെ അവരുടെ ബിസിനസിന് വേണ്ടിയുള്ള കുറച്ച് കാശും ഇതായിരിക്കുമല്ലോ വേണ്ടത്. ഇനി കുറെ പേര് അപ്ലൈ ചെയ്യുന്നുണ്ടാവുമല്ലോ. അതിൽ കിട്ടിയ ആൾക്കാരുടെ സർ പറഞ്ഞു 35,000+. ഇത് കിട്ടാതിരിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. എന്തൊക്കെയായിരിക്കും ആ കാരണം? അങ്ങനെ കിട്ടാണ്ടിരിക്കാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും സ്പെഷ്യൽ ആക്ടിവിറ്റീസ് ആയിരിക്കും. അതായത് ഇപ്പൊ മണി ലോണ്ടറിങ് നല്ലതല്ലോ, കിട്ടൂല. പിന്നെ അല്ല, മണി ലോണ്ടറിങ് ലീഗൽ ഹവാല ലൈസൻസ് ഉണ്ട് UAE-ൽ. UAE-ൽ ഹവാല ലൈസൻസ് ഉണ്ട്. നിങ്ങൾ 10 മില്യൺ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്നതുണ്ട്. പക്ഷെ അതെല്ലാവർക്കും കിട്ടൂല. അതാണ്. അപ്പൊ മാന്യമായി മണി ലോണ്ടറിങ് ആയിരിക്കണം. അതെ, ലീഗൽ ഹവാല ലൈസൻസ് ഉണ്ട് അവിടെ. കറക്റ്റ്. പിന്നെ അതേമാതിരി തന്നെ നിങ്ങളുടെ ഇപ്പം HR കൺസൾട്ടേഷനാ തുടങ്ങുന്നുണ്ടെങ്കിൽ ഇതിന് നിങ്ങൾക്ക് HR ഡിഗ്രി വേണം. എഡ്യൂക്കേഷൻ ഡിഗ്രി വേണം, HR ഡിഗ്രി വേണം. അപ്പം നിങ്ങളുടെ ഏതിലാണോ, മാനേജ്മെന്റ് കൺസൾട്ടൻസി ആണെങ്കിൽ ഒന്നെങ്കിൽ MBA അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു PhD സർട്ടിഫിക്കറ്റോ അങ്ങനെ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ഉള്ള ആൾക്കാർക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ ഡോക്ടർ ആയിരിക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു ക്ലിനിക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടറുടെ ഇത് വേണം. അതേമാതിരി തന്നെ നിങ്ങൾ അതിൽ എക്സ്പേർട്ട് ആണെങ്കിൽ മാത്രം. പക്ഷേ ഇതൊരു ലാർജ് സ്കെയിലിൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു HR കൺസൾട്ടൻസി അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് കമ്പനി, വലിയൊരു കമ്പനി സ്കെയിലും തുടങ്ങാൻ പറ്റും. ഇതൊക്കെ ഒരു പ്രൊഫഷണൽ ലൈസൻസിന്റെ അണ്ടറിലായതുകൊണ്ടാണ്. അങ്ങനെ ഉള്ള കാര്യങ്ങൾ മാത്രമേ കിട്ടാണ്ടിരിക്കുകയുള്ളൂ. പക്ഷേ നിങ്ങൾക്കൊരു 99% കമ്പനികളും നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും. ഒരു റിജക്ഷനും ഇല്ലാത്ത രീതിയിൽ. പല നാഷണാലിറ്റിക്ക് ചിലപ്പോൾ റിജക്ഷൻസ് ഉണ്ട്. അതായത്
ഇറാൻസിന് ഇപ്പോൾ വിസ കിട്ടാനില്ല, ഇറാനികൾക്ക് അതേമാതിരി പല ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇഷ്യൂവിനനുസരിച്ചിട്ടാണ്. ഇപ്പം ഇന്ത്യയിൽ തന്നെ ചില ഏരിയകൾ, അതായത് ഇപ്പം മാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് യു എയിൽ ട്രേഡ് ലൈസൻസ് വരെ ഇപ്പോൾ റിജക്ഷൻ വരുന്നുണ്ട്. ഗുജറാത്തികൾക്ക് റിജക്ഷൻ വരുന്നുണ്ട്. അത് അവരുടെ അത് അല്ല, അവരുടെ ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ട്, അതായത് ഇന്ത്യൻ ഇപ്പോൾ പോലീസ് ക്ലിയറൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇമ്മീഡിയറ്റ്ലി ചിലപ്പോൾ ഒരു ഫസ്റ്റ് ഇൻസ്റ്റന്റിൽ കിട്ടാൻ ചാൻസ് കുറവ്, പക്ഷേ രണ്ടാമത്തെ ഇൻസ്റ്റന്റിൽ അതും കിട്ടും. ഇപ്പം ഈ ലൈസൻസ് ഞാൻ അവിടെ എടുത്തു, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു, എൻഡ് ടു എൻഡ് കൺസൾട്ടൻസി എമിറേറ്റ്സ് ഫസ്റ്റ് എനിക്ക് വേണ്ടി ചെയ്തു തന്നു. ഞാൻ അവിടെ തന്നെ നിൽക്കേണ്ട ഒരു റിക്വയർമെന്റ് ഉണ്ടോ? നിങ്ങൾ അവിടെ നിന്നാലും സക്സസ്ഫുൾ ആവുള്ളൂ. അത് ബിസിനസ് വർക്ക് വൈസ് യെസ്. പക്ഷേ ഇപ്പൊ ചില വീസകൾക്ക് ഇതുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയും ദിവസം ഇവിടെ മിനിമം നിൽക്കണം. അത് ദുബായിലും ഉണ്ടോ? ഇല്ല. അതായത് യു എയിൽ സത്യത്തിൽ നിങ്ങളൊരു 2 year വിസ ലേബർ എംപ്ലോയി വിസയാണെങ്കിൽ 6 monthsന്റെ ഉള്ളിൽ നിങ്ങൾ തിരിച്ചു വരണം. എംപ്ലോയി വിസ ആണെങ്കിൽ, അതായത് വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ എംപ്ലോയി വിസ, മാനേജർ വിസ, ഇതൊക്കെ ആണെങ്കിൽ നിങ്ങൾ 6 മാസത്തിനുള്ളിൽ യു എയിലേക്ക് തന്നെ തിരിച്ചു വരണം. 6 മാസം നിങ്ങൾക്ക് 179 ദിവസം നിങ്ങൾക്ക് പുറത്ത് നിൽക്കാനുള്ള പെർമിറ്റ് പറ്റില്ല. തിരിച്ചു വന്നിട്ട് പിന്നെയും പോകാം. അതായത് ഇൻവെസ്റ്റർ വിസ ആണെങ്കിൽ അത് നിങ്ങൾക്ക് 1 കൊല്ലം വരെ വരാം. 1 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ തിരിച്ചു വരണം. 1 year ടൈം. അതെ. ഗോൾഡൻ വിസക്കാരാണെന്നുണ്ടെങ്കിൽ 9 കൊല്ലം 364 ദിവസം പുറത്തുകാം. ഒരൊറ്റ ദിവസം വൺസ് വന്ന് റിന്യൂ ചെയ്ത് പോകാന്നുള്ളൊരു ഓപ്ഷനിൽ വേണേ വരാം. അത്രയും വിസക്കാർക്കൊക്കെ ഇങ്ങനെയാണ് ഒരു വരാനുള്ളത്. ആർക്കും അങ്ങനെ ഫുൾ ടൈം പുറത്ത് നിൽക്കണം എന്നുള്ളൊരു, യു എയിൽ എന്തായാലും ആൾക്കാർ വൺസ് വിസ യു എയിൽ വന്നാൽ പിന്നെ വന്നുകൊണ്ടേയിരിക്കും. അതെ, ഞാൻ നിർന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഗോൾഡൻ വിസ കിട്ടിയത് ഭയങ്കര ബൂണായിട്ടാണ്. ബിക്കോസ് ഞാൻ അത്രയധികം വർക്കിന് വരുന്ന ഒരു സിറ്റിയാണ്. ബട്ട് ഐ വോണ്ട് ടു ആസ്ക് യു, ഞാൻ ഇത്രയും കാര്യങ്ങളെ താങ്കൾ ഈസി ആക്കി തന്നു, എല്ലാം സെറ്റായി, എമിറേറ്റ്സ് ഫസ്റ്റ് നമുക്ക് വേണ്ടി അവിടെ ഇപ്പം we are ready to start a business, end-to-end consultancies all there. ഞങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള മിസ്റ്റേക്സ് എന്തായിരിക്കും? ഒരു പുതിയ ആള്, എന്നെ പോലെ പുതിയൊരാൾ വരികയാണെങ്കിൽ സാധാരണ ഒരു മിസ്റ്റേക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യു എ മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ലാക്ക് ഓഫ് നോളജ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവർ യൂസ് ചെയ്യുന്നപ്പം സാധാരണ ഇപ്പം യു എയിൽ 7 എമിറേറ്റ്സ് ഉണ്ട്. 7 എമിറേറ്റ്സ് എന്ന് പറഞ്ഞാൽ ദുബായ്, ഷാർജ, അജ്മാൻ, അങ്ങനെയുള്ള 7 എമിറേറ്റ്സ്. ഇതിൽ തന്നെ 2 തരത്തിലുള്ള ഏരിയകൾ, അതായത് ഒന്ന് ഫ്രീ സോൺസും ഉണ്ട്, മെയിൻലാൻഡും ഉണ്ട്, ഫ്രീസ് ആൻഡ് ലൈസൻസ്. അപ്പം ഇതിൽ ഏതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ലാക്ക് ഓഫ് നോളജ് ഉണ്ടാവും. ഇവിടെ അത് നല്ലൊരു കൺസൾട്ടൻസിൻ്റെ അടുത്ത് പോകണം, ഞങ്ങളെ പോലെ. അപ്പോൾ എന്നെ പോലെ ഒരാൾക്ക് എന്ത് ലൈസൻസ് ആയിരിക്കും? അപ്പം നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫ്രീ സോൺസിന്റെ ഒരു ഫ്രീലാൻസ് വിസ. ഫ്രീലാൻസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാഫുകളൊന്നും എടുക്കാൻ പറ്റില്ല. ഒറ്റക്കാണ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീലാൻസ് ഹയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈസൻസ് സ്വിച്ച് ചെയ്യണം. സാലറീഡ് അല്ലാതെ കോൺട്രാക്റ്റിലാണെങ്കിൽ പറ്റും, കോൺട്രാക്റ്റിലാണ് പറ്റും. പക്ഷെ കോൺട്രാക്റ്റിലാണെങ്കിൽ പോലും നിങ്ങളെ പെർമിറ്റിൽ നിങ്ങൾക്ക് ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് ഫ്രീലാൻസ് പെർമിറ്റാ. നിങ്ങൾക്ക് കാര്യത്തിൽ ലൈസൻസിലാണ് നിങ്ങൾ അഗ്രിമെന്റ് ഉണ്ടാക്കുന്നത്. ലൈസൻസ് എടുക്കണം. ഇത് ട്രേഡ് ലൈസൻസ്, സോഷ്യൽ മീഡിയ ലൈസൻസ്, അതല്ലെങ്കിൽ പോഡ്കാസ്റ്റിംഗ് ലൈസൻസ്, ഇങ്ങനത്തെ ലൈസൻസുകൾ ഉണ്ട് അവിടെ. ഇത് എടുക്കാൻ പറ്റും. ഇത് ഡിപ്പെൻസ് ആണ്. അപ്പൊ ഇതൊരു പ്രശ്നമാണ്. അപ്പൊ ഞാനിപ്പോ ദുബായിൽ ഒരു ഷോ, ഇതുപോലെ വേറൊരു ഷോ എനിക്ക് ദുബായിൽ ഷൂട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ഈ സാധനങ്ങളൊക്കെ വേണം. അല്ലാതെ പറ്റില്ല. ഇപ്പൊ പറ്റില്ല. പണ്ടൊക്കെ പറ്റുമായിരുന്നു. പണ്ട് ആൾക്കാർ വന്ന് ഷൂട്ട് ചെയ്ത് വീഡിയോ എടുത്ത് പോയി. ഈവൻ ഒരുപാട് ഇവിടുത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അവിടെ വന്നിട്ട് വീഡിയോ എടുത്ത് ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് റെസ്ട്രിക്ട് ചെയ്തു. എല്ലാം മോണിറ്റേർഡ് ആണ്. യു എത്തെ ഈ AI വെച്ചിട്ട് അവർ യു എ ഏരിയകൾ കംപ്ലീറ്റ്, ഇപ്പം ഷെയ്ഖ് സായദ് റോഡ് അല്ലെങ്കിൽ മറ്റ് ഏരിയകൾ കംപ്ലീറ്റ് അവർ ക്യാച്ച് ചെയ്തിട്ട് ഇവിടെ നിന്നാണോ ചെയ്തെന്നുള്ളത് വ്യക്തമാക്കി അവർ ഫൈൻ ഇടും. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം, ഫൈൻ. അതും ചെറിയ ഒരു മിതമായ ഫൈൻ ഒന്നല്ല. നിങ്ങൾ ഇപ്പൊ കേറി ഇപ്പം യു എയിൽ വന്ന് ഷൂട്ട് ചെയ്ത് പോയി പിന്നാണ് ഇടുന്നെന്നുണ്ടെങ്കിൽ പോലും പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് കിട്ടും. അത് മറക്കാതെ. അതെ. ഇപ്പൊ എന്താന്ന് വെച്ചാൽ യു എയിലേക്ക് വിസ എടുത്താൽ തന്നെ വിസ, ഫിസിക്കൽ വിസ ഒന്നും വേണ്ട. ഇപ്പം നിങ്ങൾക്ക് ഈ ഗേറ്റിലൂടെ ഇറങ്ങി വരാലോ. അപ്പൊ ഈ ഗേറ്റിൽ ഇറങ്ങുമ്പോൾ പിടിക്കും. നിങ്ങൾ പണ്ടൊരു വീഡിയോ ഇട്ടിട്ട് അങ്ങനെ ഓരോ വീഡിയോയ്ക്കും വേറെ വേറെയാ. അതെ. അപ്പോൾ ആ വീഡിയോ ഇടുന്ന പെർമിഷൻ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ആൾക്കാർ പെർമിഷൻ എടുക്കാണ്ട് ചെയ്യും. I didn't know this, son. I was actually planning. I'm not even joking. I was actually planning to do a shoot there. ഞാൻ തരാം. അല്ല, ഇനി സെറ്റപ്പ് ആയി. ഇത് നമ്മൾ മീറ്റ് ചെയ്തല്ലോ. ഇത് ഞാൻ അഡ്വാൻറ്റേജ് ആക്കുമല്ലോ. പക്ഷേ what I'm saying is I didn't know.
ഐ ഡിഡ് നോ ദാറ്റ്. doesn't know. People- എനിക്കറിയായിരുന്നു ദാറ്റ് സോഷ്യൽ മീഡിയക്ക് ഇൻഫ്ലുവൻസർ ലൈസൻസ് വേണമെന്ന് എനിക്കറിയാം, അത് ഐ ന്യൂ. അതെ ബട്ട് ഐ ഡിഡ് നോട്ട് നോ ദാറ്റ് ഞാൻ ഇപ്പം റൂട്ടഡ് അല്ലെങ്കിൽ ഗ്രീൻ റൂം അവിടെ വന്ന് ഞാൻ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അതെ. ഞാനൊരു ലൈസൻസ് എടുത്തില്ലെങ്കിൽ അത് പാരയായിപ്പോയനെ. ലൈസൻസ് എടുക്കണം. നമ്മൾ മീറ്റ് ചെയ്യുന്ന ഒരു കാരണമുണ്ട് ജമാതെ. We should do it. So What is your expectation now? So you've talked so much about the different types of licenses. If you said that എനിക്ക് ഫ്രീ സോണിന്റെ ഒരു ലൈസൻസ് വേണം, എന്തായിരുന്നു ലൈസൻസും വേണം, പിന്നെ പെർമിറ്റും വേണം. ഫ്രീ സോണിന്റെ പെർമിറ്റും മറ്റേ ലൈസൻസും. അതായത് ഫ്രീലാൻസർ ഈ അതായത് സോഷ്യൽ മീഡിയക്ക് ഇൻഫ്ലുവൻസേഴ്സ് പെർമിറ്റ് ഉണ്ട്. അതെ, അതും പ്ലസ് ലൈസൻസ്, ട്രേഡ് ലൈസൻസ്. അതിന്റെ എക്സ്പെൻസസ് ഒക്കെ എത്രയായിരിക്കും ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ? ഇൻഫ്ലുവൻസേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, ലൈസൻസ് നിങ്ങൾക്ക് ഒരു ഇന്ത്യൻ റുപ്പീസ് 1,20,000 രൂപ മുതൽ ട്രേഡിംഗ് ലൈസൻസ്, സോഷ്യൽ മീഡിയ, ഇവന്റ് ലൈസൻസ്, അതിൽ ഞാൻ ചെയ്യുന്ന എല്ലാം വരും. ഈ സോഷ്യൽ മീഡിയ വൈഡ് കാറ്റഗറിയാണ്. ഇവന്റ് ആക്ടിവിറ്റികൾ, ഇവന്റ്സും ചെയ്യും, ഹോസ്റ്റിംഗ്, എല്ലാം ഇതൊക്കെ ഒരു ഇവന്റ് ആയിട്ട് അവർ കണക്കൂട്ടും. അല്ല, അപ്പൊ ഞാനിപ്പോ ഈ ലൈസൻസ് ഇല്ലാന്ന് വിചാരിച്ചോളൂ, ഓക്കെ, ഞാനിപ്പം വേറെ രാജ്യത്ത് നിന്ന് എന്നെ ഇതിന് വേണ്ടി വിളിച്ചു കൊണ്ടുവരുവാണ്, അങ്ങനെ വരുമ്പോ അതിന്റെ ആവശ്യമില്ല. അപ്പൊ അവർക്ക് ലൈസൻസ് ഉണ്ട് അവിടെ. ആരാണോ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത് അവർ ഇവന്റ് ഉണ്ടാവും, ഇവന്റ് ലൈസൻസ് ഉണ്ടാവും, ഇവന്റ് പെർമിഷൻ ഉണ്ടാവും, അവരുടെ ലൈസൻസിലാണ് നിങ്ങൾ വന്നിട്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഫോട്ടോസ് ഒക്കെ കൊടുത്തവര് പെർമിഷൻ എടുക്കും അവര്. അതെ, ഇതിനുള്ളിൽ ഒരു വേറെ തന്നെ ഒരു ഗെയിം ഓപ്പറേറ്റഡ് ആണ്. സോ ആ രീതിയിലാണ് അത് അങ്ങനെ മാനേജ് ചെയ്ത് പോകാം. പിന്നെ ഇവിടുന്ന് UAE-ന്ന് ഇപ്പം കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഈ സോഷ്യൽ മീഡിയ, പല നടന്മാർ വരെ വന്നിട്ട്, അറിയാലോ ഇവിടെ കേരളത്തിലെ നടികൾ വന്നിട്ട് അല്ലെങ്കിൽ നടന്മാർ വന്നിട്ട് അവിടെ വന്നിട്ട് അവരുടെ ഇൻഫ്ലുവൻസേഴ്സ് പ്ലാറ്റ്ഫോമിൽ, അതായത് ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇതിലൊക്കെ ഇടാറുണ്ടായിരുന്നു പണ്ട്. പക്ഷെ ഇനി അതും മോണിറ്റർഡ് ആണ്. Okay, but do you see what is the shift that you see? Ippam you've been in avade oru almost 20 years aille avade adila half the time you were growing up in adine kurichu oru കാര്യങ്ങൾ ദുബായിനെ കുറിച്ച് നന്നായി പഠിച്ചു ആദ്യത്തെ ഒരു 10 വർഷത്തിൽ വേറെ ജോലി, പിന്നെ സ്വന്തമായ ഒരു ബിസിനസ് താങ്കൾ പടുത്തുയർത്തി. ഇപ്പൊ എമിറേറ്റ്സ് ഫസ്റ്റ് എന്ന ദുബായിലെ ഒരു പയനിയർ ആയിട്ടുള്ള ഒരു കമ്പനി നടത്തുകയാണ് താങ്കൾ. ഈ ഒരു ഇനി ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ ഈ 20 ഇയേഴ്സിൽ യു ഹാവ് സീൻ ദുബായിയുടെ ഒരു വളർച്ച, UAE-യുടെ ഒരു വളർച്ച. ഇനി അടുത്ത 20 ഇയേഴ്സിലേക്ക് ക്യാൻ ജമാദ് പ്രിഡിക്റ്റ് വാട്ട് മൈറ്റ് ഹാപ്പൻ മാർക്കറ്റ് വൈസ്? മാർക്കറ്റിൽ നല്ല ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട് ഇപ്പം തന്നെ. പഴയ ഒരു എന്താ പറയാ, ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, പണ്ടത്തെ കാലത്ത് സൂപ്പർ മാർക്കറ്റുകളും ഇതും തുടങ്ങാൻ വന്നത്, ഇപ്പം പുതിയ ടെക്നോളജിയിലാണ് ആൾക്കാരുള്ളത്. അതേമാതിരി തന്നെ ഒരു പഴയ രീതിയിലുള്ള ഒരു ബിസിനസ്സിന് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് വാറിന് ശേഷം പ്രത്യേകിച്ച് UAE-ൽ ഒരുപാട് മാറ്റങ്ങൾ UAE ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ ടെക്നോളജി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള ബെനിഫിറ്റ്സുകളും കാര്യങ്ങളും കൊടുക്കുക. പുതിയ എന്താ പറയുക, UAE ഗവൺമെൻറ് തന്നെ പറയുന്നുണ്ട് എല്ലാ കമ്പനികളും മസ്റ്റായിട്ട് ഓൺലൈൻ ആപ്പ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടും അതിനെ പ്രൊമോട്ട് ചെയ്യാനും. അതേമാതിരി ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി UAE ഗവൺമെൻറ് തന്നെ എന്താ പറയുക ഈ ഡെലിവറി സർവീസസുകൾ പ്രൊമോട്ട് ചെയ്യുന്നു. വെയർ ഹൗസുകൾക്ക് എന്താ പറയുക ഒരുപാട് ബെനിഫിറ്റ്സുകൾ കൊടുക്കാൻ തുടങ്ങി. വെയർ ഹൗസുകൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാൻ തുടങ്ങി. പണ്ടൊക്കെ ഷോപ്പുകൾ കിട്ടാനില്ലായിരുന്നു, ഇപ്പോൾ വെയർ ഹൗസുകൾ കിട്ടാനില്ല. എന്നുവെച്ചാൽ ഓൺലൈൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അത്രയും ഡെവലപ്പായി. ആമസോണുമായിട്ടുള്ള ഒരു കമ്പനികൾ അല്ലെങ്കിൽ അതേമാതിരി ഉള്ള ഒരുപാട് കമ്പനികൾ UAE-ൽ വന്നപ്പം വെയർ ഹൗസിന് ഭയങ്കര ഡിമാൻഡാണ് വെയർ ഹൗസ്. അപ്പോൾ ആ ഒരു ഷിഫ്റ്റ് UAE-ൽ നിന്ന് മാത്രമല്ല ലോകത്തിന് മൊത്തത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ബിസിനസ്സുകൾ അത്രയും ഒരു 20 കൊല്ലത്തേക്കുള്ള ഒരു ബെനിഫിഷ്യൽ ഉള്ള ആൾക്കാർക്ക് മാർക്കറ്റിൽ പിടിച്ച് നിൽക്കാൻ പറ്റും. അത്രയും ഒരു പുതിയ പ്രോജക്റ്റുകളാണെങ്കിൽ മാർക്കറ്റിൽ പിടിച്ച് നിൽക്കാൻ പറ്റും, സർവൈവ് ചെയ്യാൻ പറ്റും. സോ പഴയ രീതിയിൽ നിന്നൊക്കെ ആൾക്കാർ മാറി പുതിയ ഒരു ടെക്നോളജി വൈസ് ആൾക്കാർ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് വൺ തിങ് ഐ റിയലൈസ്ഡ് ഇപ്പം താങ്കൾ എന്തൊക്കെ പ്രപ്പോസൽ കൊണ്ട് തന്നപ്പം ഞങ്ങൾ ക്രിയേറ്റേഴ്സും കുറച്ചൊന്ന് ബിസിനസ് ആൾക്കാരെ പോലെ ഒന്ന് ആലോചിച്ച് തുടങ്ങേണ്ടിയിരിക്കുന്നു അല്ലേ? നിങ്ങളാണ് ശരിക്കും ഈ ഒരു മാർക്കറ്റ് ഡ്രൈവ് ചെയ്യുന്നത്. നിങ്ങളെപ്പോലെ ക്രിയേറ്റീവ്സ് ആണ് ഏതൊരു പ്രോഡക്റ്റും മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ? ഒരു ബ്രാൻഡ് അംബാസഡർ, ഒരു അസോസിയേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ ആയിക്കോട്ടെ, ആ രീതിയിലുള്ള ആൾക്കാരെ ഏത് പ്രോഡക്റ്റും പണ്ടൊക്കെ ഒരു പത്രസമ്മേളനം നടത്തി ആൾക്കാർ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നു. ഇപ്പം ഇൻഫ്ലുവൻസേഴ്സ് മീറ്റാണ് അല്ലേ? അതെ, എല്ലാവർക്കും നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് മാർക്കറ്റിൽ പ്രോഡക്റ്റ് ആണെങ്കിലും സർവീസ് ആയാലും എന്തും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങളെ കയ്യിലാണ് ഇനി അതിനെ എങ്ങനെ ഒരു AI വൽക്കരിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ടത്. യെസ്, AI ഈസ് ദ ഫ്യൂച്ചർ. താങ്കളുടെ ബിസിനസ്സിൽ AI എത്തിയോ? നമ്മളെ ബിസിനസ്സിൽ നമ്മൾ റീസെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു ഒരു അമീറ എന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് കോൾ. അതായത് നമ്മൾ ഏകദേശം 10,000 ലീഡ് മന്ത്ലി ജനറേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. How do you generate your leads? ത്രൂ മെറ്റ, ഗൂഗിൾ ആഡ്സ് നമ്മൾ ലീഡ് ജനറേറ്റ് ചെയ്യും. ഈ ലീഡ് ജനറേറ്റ് ചെയ്തത് നമ്മളെ സെയിൽസിലുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്
അതിനെ കോൾ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ചിലപ്പം ലീഡ്, ഇപ്പം ഒരാൾ ഒരു മാനേജർ രാത്രി ഓഫീസ് കഴിഞ്ഞ് ചിലപ്പം ഡ്യൂട്ടി ചിലപ്പോൾ ഷിഫ്റ്റ് ആയിട്ടുണ്ടാവും. രാവിലെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, ഉച്ചയ്ക്ക് വിളിച്ചാൽ കിട്ടും. ചിലപ്പോൾ ഇന്ന് വിളിച്ചാൽ കിട്ടില്ല, നാളെ വിളിച്ചാൽ കിട്ടും. ചിലപ്പം ഫോണിൽ വിളിച്ചാൽ കിട്ടില്ല, ബോട്ടിമിൽ വിളിച്ചാൽ, എന്താ വെച്ചാൽ ആൾ നാട്ടിൽ പോയിട്ടുണ്ടാവും. ചിലപ്പോൾ വാട്സപ്പിൽ വിളിച്ചാൽ കിട്ടും. അപ്പം ഇതിനെ കണക്ട് ചെയ്യുക എന്നുള്ളത് വലിയ ടാസ്ക്കാണ്. നമ്മൾ സെയിൽസ്മാനെ സമയം നമ്മൾ ഒരു നല്ല സെയിൽസ്മാന് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കണക്ട് ചെയ്യാനാണ്. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ സർവീസസ് ഈസി ആയും. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയൊരു AI ഡെവലപ്പ് ചെയ്ത് അമീറ എന്നാണ്. വോയിസ് കോൾ, അതായത് നമുക്ക് ലീഡ് നമ്മുടെ CRM-ൽ വന്ന ഉടനെ തന്നെ ബോട്ട് കോൾ ചെയ്യും. ബോട്ട് മനസ്സിലാക്കും ഇതിനെ എങ്ങനെ ടാപ്പ് ചെയ്യണം എന്നുള്ളത്. ഈ ടൈം സോണിൽ വിളിക്കും, ഈവനിങ് ടൈം സോണിൽ വിളിക്കും, നൈറ്റ് ടൈം സോണിൽ വിളിക്കും. ഇത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പ്ലാറ്റ്ഫോമിൽ പോകും. ഇത് അവിടെ ട്രൈ ചെയ്യും, ബോട്ടിമിൽ ട്രൈ ചെയ്യും. ഇതൊക്കെ ഓട്ടോമാറ്റിക് വോയിസ് കോൾ വരെ ചെയ്യും. കോൾ, ഹലോ ഹായ്, ദിസ് ഇസ് എൻ്റെ പെർസോണ ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ദിസ് ഇസ് ജമാദ് ഉസ്മാൻ, ഐ എം കോളിംഗ് യു ഫ്രം എമിറേറ്റ്സ് ഫസ്റ്റ്. ആ രീതിയിൽ ഇതിനെ ബോട്ട് ഡെവലപ്പ്. സോ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് പ്യൂർ ടൈം സേവിങ് മാത്രമല്ല, ഇതിൻ്റെ പ്യൂർ ലീഡ് ഇട്ട് ആൾക്കാർക്ക് ആവശ്യമുണ്ട്. ഈ ബോട്ട് ചെക്ക് ചെയ്യുന്ന 4 കാര്യങ്ങളുണ്ട്. കറക്റ്റ് സാധനം തരും. അതെ, അവിടെ നമ്മൾ വിളിച്ച് ക്ലോസ് ചെയ്യും. പൈസ മേടിക്കുന്ന പരിപാടി മാത്രമുള്ള സെയിൽസ്. അപ്പോൾ എന്താ പറയാ, ഇത് എന്ത് ലൈസൻസ് ആണ് വേണ്ടത്, ഇത് ഇപ്പൊ ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് പിന്നെ ആവശ്യമുണ്ടോ, എല്ലാം ചെക്ക് ചെയ്യും. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ടാണോ എന്ന് വരെ ചോദിക്കും ബോട്ട്. എന്നാണ് ഇന്ന് തുടങ്ങണോ, അടുത്ത ആഴ്ച തുടങ്ങണോ, അല്ലെ അടുത്ത മാസം തുടങ്ങണോ, ഇതിന് നിങ്ങൾക്ക് ഇത്രയും പൈസയാ വരിക, ഇത് സ്പെൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, ഇത്രയും കാര്യങ്ങൾ ചോദിച്ചിട്ട് മേക്ക് ഷുവർ ചെയ്തിട്ട് സുധാകരൻ എന്ന് പറഞ്ഞ ആള് മാത്രം പേര് നമ്പർ ഇതാണ് എന്ന് പറഞ്ഞ സെയിൽസിൽ കൊടുക്കുള്ളൂ. സോ ഇതാണ് നമ്മുടെ AI ഒരു അതിന്റെ ഒരു ഇത്. ഇപ്പൊ എന്തുകൊണ്ട് ദുബായിൽ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യണം? വൈ ഷുഡ് സംബഡി സ്റ്റാർട്ട് നൗ? നാളെ 5 വർഷം വെയിറ്റ് ചെയ്യുന്നതിന് പകരം ഇപ്പൊ എന്തിനു വരണം? ഞാൻ പറഞ്ഞല്ലോ, കോവിഡ് കഴിഞ്ഞു മാർക്കറ്റ് ഡബിൾ സ്ട്രോങ് ആയിട്ട് തിരിച്ചു വന്നു. ഇപ്പം വാർ കഴിഞ്ഞ ഒരു സമയം, മാർക്കറ്റ് ഡെഫിനറ്റ് ആയിട്ട് ഇതിലും ശക്തി പ്രാപിച്ച് തിരിച്ചു വരും. സോ ഇതാണ് നിങ്ങളുടെ റൈറ്റ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. ഇപ്പം ഈവൻ ലുലു വരെ യൂസുഫ് അലിക്ക് എപ്പോഴും പറയുന്നതാണ്, എന്ത് നമ്മൾ കുവൈറ്റ് വാറിന് ശേഷമാണ് ലുലു ആയതെന്ന്. അതേമാതിരി ഓരോ വാർ കഴിയുന്ന സമയത്തും മാർക്കറ്റിലൊരു എന്താ പറയുക, ഒരു കറക്ഷൻ ഉണ്ടാവും, റെഡി ആയിട്ട് വരും. അപ്പം ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പം എന്ന് പറഞ്ഞപ്പം റെന്റ് കുറവാണ്, ലൈസൻസിങ് പ്രൈസ് കുറവുണ്ട്, പ്രൈസ് കുറഞ്ഞു, പിന്നെ ഒരുപാട് ബെനിഫിറ്റ്സുകൾ ഉണ്ട്. ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് ട്രിഗർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സമയം. പ്രൈസ് കുറച്ച് ചെയ്യാം, ഇൻവെൻട്രി കുറവായിരിക്കും കാര്യങ്ങൾ, പക്ഷേ ബിസിനസ് മെല്ലെ ഗ്രാജുവലി ബൂം ചെയ്യും. ഇപ്പം സർവൈവ് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് കഴിച്ചിലാവും. അപ്പോൾ ഇതാണ് ഏറ്റവും റൈറ്റ് ടൈം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബിക്കോസ് മാർക്കറ്റ് എല്ലാ രീതിയിലും ഫിനാൻഷ്യലി നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൺഡ്യൂസീവ് ആണ്. ഇനി ഇത് എക്സിറ്റ് ചെയ്യണം എന്നൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ, അത് വരാതിരിക്കട്ടെ ആർക്കും, അത് ഈസിയാണോ? COE മാർക്കറ്റിൽ വന്ന ആൾക്കാർ ആരും തിരിച്ചു പോകില്ല എന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, പിന്നെ എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ലൈസൻസ് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പണ്ടത്തെ മാതിരി വലിയ ഹാസൽ ഒന്നുമില്ല, ഈസിയാണ്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വെറും 2000. പണ്ട് നിങ്ങൾക്ക് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് വേണം, വൈ ആർ യു എക്സിറ്റിംഗ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. അതിനൊരു ഓഡിറ്റ് റിപ്പോർട്ട് കമ്പനി ഓഡിറ്റ് ചെയ്യണം, അതിനൊരു വലിയൊരു എക്സ്പെൻസീവ്, അറിയാലോ. കമ്പനി എത്ര എംപ്ലോയീസ് ഉണ്ട്, അവരുടെ കോസ്റ്റ്, മറ്റേ കുറച്ച് എല്ലാം എടുത്തിട്ട് ഓഡിറ്റ് റിപ്പോർട്ട്. ഇപ്പോൾ അതൊന്നും വേണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് 2000 ദിർഹംസ് കൊടുത്താൽ കമ്പനി ക്ലോസ് ചെയ്യാം. ഓഡിറ്റ് റിപ്പോർട്ട് വേണ്ട, അല്ലെങ്കിൽ ഒരു ചൊറയില്ലാണ്ട് എല്ലാ ഫ്രീ സോണിലും ഒരു 2000 ദിർഹംസ് കൊടുത്താൽ എക്സിറ്റ് ചെയ്ത് നാട്ടിലേക്ക് വരാം. വിസ ക്യാൻസൽ ചെയ്യും, ലൈസൻസ് ക്ലോസ് ചെയ്യാൻ അങ്ങോട്ട് വരാം. സോ ഇറ്റ്സ് ക്വൈറ്റ് ഈസി ലൈക്ക് ദാറ്റ്. അതുപോലെ തന്നെ ഇപ്പം മലയാളികൾ എന്ന് പറയുമ്പോൾ താങ്കളുടെ ഫോക്കസ് മലയാളികളിലാണല്ലോ. ഏറ്റവും കൂടുതൽ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് നമ്മൾ. അപ്പം ഞാൻ അവിടെ ഒരു ബിസിനസ്സിട്ട് പോയി ഇപ്പം എൻ്റെ കുടുംബത്തിനെ കൊണ്ടുവരണമെങ്കിലും ആ ഒരു പ്രോസസ്സും ഒക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ഈ വിസയിൽ തന്നെയാണോ? ഡിപ്പെൻഡ്. അതായത് നിങ്ങൾക്കിപ്പം രഞ്ജിനിക്ക് ഹസ്ബൻഡ് ഇല്ലാത്തതുകൊണ്ട് ഒരാൾക്ക് രഞ്ജിനിപ്പോ ലൈസൻസ് തുടങ്ങി വിസ എടുത്തു കഴിഞ്ഞാൽ കൊണ്ടുവരാൻ ആരും ഇല്ലല്ലോ ജമാഅത്തെ, ഞാൻ എന്ത് ചെയ്യും? അമ്മനെ കൊണ്ടുവരാം. നമുക്ക് ഈസി ആയിട്ട് വിസ കിട്ടും. ഡിപെൻഡന്റ് വിസ നിങ്ങൾക്ക്, എന്നിട്ട് അവർക്ക് അവിടെ ജോലി ചെയ്യാനുള്ള ഇതൊക്കെ കിട്ടും. അതില് ഡിപെൻഡന്റ് വിസ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ അവർക്ക് ഇപ്പം മക്കൾക്കാണെങ്കിൽ അല്ലെങ്കിൽ വൈഫിന് ഇതെടുത്തു കഴിഞ്ഞാൽ, വൈഫിന് ഹസ്ബൻഡ് ഒരു NOC കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് 15 വയസ്സ് മുതൽ വർക്ക് ചെയ്യാം UAE. 15 വയസ്സ് മുതൽ, മെനിയാന്ന് വന്നതാണ്. 15 വയസ്സ് മുതൽ, അതെ മെനിയാന്ന് വന്നതാണ്. 15 വയസ്സായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് വർക്ക് ചെയ്യാം. ഏത് വർക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ അതിന് ടൈം വെച്ചിട്ടുണ്ട് അവര്. ഇത്ര അവേഴ്സ് മാത്രമേ അവിടെ വർക്ക് ചെയ്യാൻ പറ്റും. അതെ, ഒരു പാർട്ട് ടൈം ജോബ് നിങ്ങൾക്ക്
തുടങ്ങിക്കോളൂ 15 വയസ്സ് മുതൽ എന്ന ഗവൺമെന്റ് പറയും. ഇത്രയും സൗകര്യങ്ങൾ ചെയ്തു തരുന്ന ഗവൺമെന്റിന് നിങ്ങൾക്ക് അവിടെ കിട്ടും. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് സൗകര്യങ്ങൾ ദുബായിലെ? കേക്കട്ടെ, ആസ് അവിടെ താമസിക്കുന്ന ഒരാള്. റോഡ്, സത്യം, റോഡ് സൗകര്യം ഭയങ്കര ഡിസിപ്ലിൻ ആണ് ആൾക്കാർ അല്ലെ. അതെന്താ നമ്മള് മലയാളികൾ അവിടെ ഡിസിപ്ലിനും ഇവിടെ അല്ലാത്തത്? അവിടെ ഫൈൻ കിട്ടും, അതുകൊണ്ടാണ് ലൈൻ ചേഞ്ച് ചെയ്ത ഉടനെ ഫൈനാണ്, അല്ലെങ്കിൽ ഇവിടെ കിട്ടൂല. അപ്പൊ ആ ഒരു ഇതാണ്. പിന്നെ നീറ്റ്നെസ്, ക്ലീൻനെസ് ആണ് ഭയങ്കര ഇതാണ്. പിന്നെ എല്ലാം ഈസിയാണ് നമുക്ക്, ഏതൊരു സൗകര്യങ്ങളും ജിം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഭയങ്കര എല്ലാം ഈസിയാണ് നമുക്ക്. കൈക്കുമ്പിളിൽ എന്ന് പറയല്ലേ, അങ്ങനെയാണ് ദുബായ് നമുക്ക്. we've spoken so much about it, so ഞാൻ എന്തായാലും ഡെഫിനറ്റ്ലി ഈ ഒരു പ്രപ്പോസൽ സീരിയസ് ആയിട്ട് തന്നെ കാണുന്നു, because I am thinking of doing a show there. So correct സമയത്താണ് ഞാൻ ജമാദിനെ കണ്ടിരിക്കുന്നത്. വളരെ നമ്മൾ ഓൾറെഡി ഷേക്ക് ഹാൻഡ് ചെയ്ത് കഴിഞ്ഞു. We've already shook our hands on it. നമ്മുടെ മാർക്കറ്റിംഗ് ടീം ഉണ്ടാക്കിയതാ. നിങ്ങളുടെ മാർക്കറ്റിംഗ് കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഫസ്റ്റ് I love it. You know, I do believe that ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ you have to be you have to make use of every opportunity that comes. You know, I'm pretty sure you're a person like that, because Malabar Golden Diamonds ഒരു സെയിൽസ് ജോലി ആയിരുന്ന ജമാദ് ഇപ്പോ you are sitting very pretty as the founder and CEO and MD of one of the most successful trade licensing companies in UAE. ഇനി എക്സ്പാൻഷനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? എക്സ്പാൻഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ എമിറേറ്റ്സ് ഫസ്റ്റിന്റെ ഒരു എക്സ്പാൻഷൻ ആണ് കൊച്ചിയിൽ. ലെമിറേഡിന്റെ ഉള്ളിലാണ് നമ്മുടെ ഓഫീസ് വരുന്നത്. അത് ഈ വാറന്റ് ഇഷ്യൂ ആയതുകൊണ്ട് ഞാനൊന്ന് ഡിലേ ആക്കിയതാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അതായത് ലൈസൻസ് ഇവിടെ നിന്ന് ഇഷ്യൂ ചെയ്ത് കൊടുക്കും, UAE വരണ്ട, ഇവിടെ നിന്ന് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. വിസയും ഇവിടെ കൊടുക്കും. മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ട്, ബ്ലഡ് സാമ്പിൾ എടുക്കാൻ വേണ്ടി മാത്രം UAE വന്നാൽ മതി. UAE വന്നു കഴിഞ്ഞ് ID അവിടെ നിന്ന് നമ്മൾ കൊടുക്കും, ബാങ്ക് അക്കൗണ്ട് അവിടെ നിന്ന് ചെയ്ത് കൊടുക്കും. അതെ. അപ്പൊ ഇതിനിവിടെ ഞങ്ങള് കേരളത്തിൽ ഞാനിപ്പോ അവിടെ വന്നു, മെറിഡിയനിലെ മീറ്റ് ഓഫീസ് തുടങ്ങുമ്പോൾ ഞാൻ അവിടെ വന്നു എന്ന് പറഞ്ഞാൽ നാളെ ലൈസൻസ് തരും. നാളെ ലൈസൻസ് തരും, മറ്റന്നാളോ അല്ല അതിന്റെ പിറ്റേന്നോ ഞങ്ങൾക്ക് വിസ അയച്ചു തരും. ആ വിസയിൽ ദുബായിലേക്ക് വരാം. ദുബായിൽ വന്നു കഴിഞ്ഞ് നിങ്ങൾ എന്താ പറയുക, ബ്ലഡ് സാമ്പിൾസ് കൊടുക്കുക, മെഡിക്കൽ എടുക്കുക, ബയോമെട്രിക്സ് എടുത്താൽ ID കിട്ടും. ID കിട്ടിക്കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് ബാങ്ക് അക്കൗണ്ടും തുടങ്ങാൻ പറ്റുന്ന ഫെസിലിറ്റി. സിമ്പിൾ, വെരി സിമ്പിൾ. അതായത് പല ആൾക്കാർക്കും ഡ്രീമാണ് ദുബായിൽ വരണം എന്നുള്ളത്. ആ ഡ്രീമിനെ കുറച്ചും കൂടി ഈസി ആക്കാനും എളുപ്പമാക്കാനും പിന്നെ കുറച്ചൊന്ന് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു കൊച്ചിൻ ഓഫീസ്. അതെ. പിന്നെ കേരളത്തിലുള്ള എല്ലാവർക്കും നമുക്ക് KYC ബൂത്ത് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതായത് നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്ന ആൾക്ക് വീഡിയോ എടുക്കണം, എൻ്റെ പേര് രഞ്ജിനി ഹരിദാസ് എന്താ പറയുക, അങ്ങനെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇല്ലേ, KYC വീഡിയോ, അതിൻ്റെ ഒരു ബൂത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം കേരളത്തിലെ ഏതൊരാൾ വേറെ ഏത് ലൈസൻസ് അതോറിറ്റി ത്രൂ ലൈസൻസ് എടുക്കുന്ന ആൾക്കാർക്കും KYC നമ്മൾ ഓഫീസിലൊന്നും ചെയ്യാം. അതിന് എന്താ പറയാ, സൗണ്ടും ഈ ക്യാമറ ഒക്കെ വെച്ചിട്ടുള്ള ഈ പാസ്പോർട്ട്, ഇപ്പൊ നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് കണ്ടാൽ ഒരു ഗ്ലോസിയാണ്. അപ്പം ഈ ഇതില് എന്താ പറയാ, നമ്മൾ ക്യാമറക്ക് മുന്നിൽ വെച്ച് നിൽക്കുന്ന സമയത്ത് ഒരു ഗ്ലെയർ അടിച്ചിട്ട് അത് പലപ്പോഴും 10 ചെയ്താലും റെഡി ആവില്ല. അപ്പൊ അതിന് ഒരു ഫെസിലിറ്റി നമ്മൾ ഇതാക്കിയിട്ട് ഇവിടെ ഒരു KYC ബൂത്ത് വെക്കുന്നുണ്ട്. Very nice. It's nice to see that നമ്മുടെ മാർക്കറ്റിലെ ഒരു ഏതെങ്കിലും ഒരു ഹോൾ ഉണ്ടെങ്കിൽ, ഒരു എന്തെങ്കിലും കംപ്ലീറ്റ് അല്ലെങ്കിൽ ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്ത്. Finally I have to ask you this, ജമാഅത്ത്, എന്തോരം അധികം ആൾക്കാർ ഇപ്പം സ്വപ്നം കാണുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ജീവിതത്തിൽ സക്സസ്ഫുൾ ആവണം, പണക്കാരനാവണം, വലിയൊരു ബിസിനസ് ഉണ്ടാക്കണം, ക്രിയേറ്റേഴ്സ് ഉണ്ടാവാം, ഓൺട്രപ്രനേഴ്സ് ഉണ്ടാവാം, ഡ്രീമേഴ്സ് ഉണ്ടാവാം. അവരോടൊക്കെ ആസ് സംബഡി ഹു ഹാസ് ഡൺ ഇറ്റ് ഓൾ ആൻഡ് സ്റ്റിൽ വാണ്ട്സ് ടു ഗ്രോ, വാട്ട് വുഡ് യു ഫൈനലി സേ? അതെന്താണ് അതൊന്നൊന്നര ചോദ്യമായിപ്പോയി അല്ലേ? ഈ സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ അടുത്ത്, ആസ് സംബഡി ഹു ഹാസ് ഡൺ ഇറ്റ്, why should we all come, why should we do this? ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അതായത് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ പല ആൾക്കാരും ഡ്രീം ഉണ്ടാവും, വിഷൻ ഉണ്ടാവും, പക്ഷേ അതിനുവേണ്ടി വർക്ക് ചെയ്യില്ല. അത് വർക്ക് ചെയ്യാന്നുള്ളതാണ്. അതായത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹാർഡ് വർക്ക് ചെയ്യുന്ന, ഫോക്കസ്ഡ് ആയിട്ട് ചില ആൾക്കാരുണ്ടാവും. നമ്മൾ ഓഫീസിൽ വരുന്ന എനിക്ക് തന്നെ കാണാം, അവരുടെ ഫിസിക്കൽ പ്രസൻസ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ, മെൻ്റൽ പ്രസൻസ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ചിലപ്പോൾ അത് വീക്കെൻഡ് ആയിരിക്കും, ക്ലബ്ബിങ്, അല്ലെങ്കിൽ വർക്കിംഗ് ടൈമിൽ നിങ്ങൾ അത്രയും ഫോക്കസ്ഡ് ആയിരിക്കുക. നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ഡ്രീമിനെ
ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക. നിങ്ങളുടെ ഓണറിന് വേണ്ടിയിട്ടല്ല വർക്ക് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഇവിടെ നിന്ന് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് നിന്ന് കിട്ടുന്നുള്ള ഞാൻ മനസ്സിലായി. അപ്പോൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ബേസിക്സ് ആണ്. ആൻഡ് എമിറേറ്റ്സ് ഫസ്റ്റിന്റെ ഇനിയുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് വി ഹാവ് ഓൾറെഡി സ്റ്റാർട്ടഡ് ആൻ ഓഫീസ് ഇൻ കൊച്ചിൻ. അതെ, ഇനി കൊച്ചി ഓഫീസാണ് നമ്മുടെ നമുക്ക് ബ്രാൻഡ് അംബാസഡർ ആയിട്ട് അബൈ ഡിയോൾ വരുന്നുണ്ട്. അത് ഈ വരുന്ന 31st of August-നാണ് അതിൻ്റെ ഇവന്റ് നടക്കുന്നത്. അതൊരു മൈൽ സ്റ്റോൺ ആണ്. നമ്മുടെ ഒരു പുതിയ ബ്രാൻഡാണ്. അതിന് അബൈ ഡിയോളിന്റെ ഡേറ്റ് കിട്ടി. അന്ന് ധർമ്മേന്ദ്രജി മരിച്ചതുകൊണ്ട് ആൾക്ക് വരാൻ പറ്റിയില്ല. അപ്പം ഇനി വരുന്ന August 31st-നാണ്. അബൈ ഡിയോളിന് ശേഷം നമ്മൾ 2027 ഒരു ബോളിവുഡിൽ നിന്ന് ഒരു സ്റ്റാർ നമ്മുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് വരുന്നുണ്ട് എമിറേറ്റ്സ് ഫസ്റ്റ് ഗ്രൂപ്പിന്. അതിപ്പോ പേര് പറയുന്നില്ല, ഞാൻ കുറച്ച് ഓക്കെ. അപ്പോൾ അതാണ് നമ്മുടെ നെക്സ്റ്റ് മൂവ്. പിന്നെ സൗദിയാണ് സൗദി അറേബ്യയാണ് നമ്മുടെ അടുത്ത പ്ലാൻ. 2027 ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ റിയാദിൽ ഒരു ഓഫീസ് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. Very nice. So I have to tell you, Jamaat, I'm so impressed because like I said, Dubai എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. UAE എന്ന് പറയുന്നത് മലയാളികളുടെ മാത്രമല്ല, ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ. ബിക്കോസ് നമുക്ക് നമ്മുടെ വീട് പോലെയാണല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ സെക്കൻഡ് ഹോം പോലെയാണ്. ഇവിടെ ഇല്ലാത്ത എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് നമുക്ക് ലഭിക്കാനുള്ള ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് അവിടുത്തെ ഗവൺമെന്റ് നമുക്ക് നൽകുന്നത്. ഈ ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ട് യൂട്ടിലൈസ് ചെയ്യുക, അത് ഏറ്റവും എഫക്റ്റീവ്ലി നമുക്ക് സഹായമായി എത്തുന്നത് നിങ്ങളെ പോലുള്ള സർവീസ് പ്രൊവൈഡേഴ്സ് ആണ്. അപ്പോൾ ആ സർവീസ് വളരെ ഭംഗിയായി കഴിഞ്ഞ 10 വർഷം താങ്കൾ നടത്തി. ഇനി മുന്നോട്ടും അത് അങ്ങനെ തന്നെ ഭംഗിയായി പോവട്ടെ. ഐ ഹോപ്പ് ഫ്രം 35,000 you are able to create thousands and thousands and maybe hundreds of thousands of entrepreneurs. അതിലൊരു പക്ഷേ ഒരാളായി വരാനുള്ള ഒരു ഭാഗ്യം എനിക്കും ഉണ്ടാവട്ടെ. ഐ സീ ദ ചാൻസസ് ഓഫ് ദാറ്റ് ഹാപ്പനിങ്, എസ്പെഷ്യലി ബിക്കോസ് ലൈസൻസ് ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എടുത്തേ പറ്റൂ. ബട്ട് യാ, ഐ എം so happy to meet you, Jamaat. Thank you for being here. Lovely connecting. And yeah, ബാക്കി ദുബായിൽ വെച്ച് കാണാം. തീർച്ചയായിട്ടും.